إنه من بلدة الكفر نجاني ويوم الوشاح من تعاجيب ربنا ألا إنه من بلدة الكفر نجاني. യൗമുൽ വിശാഹ് അത്ഭുതമുള്ള ഒരു ദിവസമാണല്ലോ. യൗമുൽ വിശാഹി മിൻ തഅജീബി റബ്ബിന, അല്ലാഹു തആല അത്ഭുതം കാണിച്ചു തന്ന ഒരു ദിവസമാണ് യൗമുൽ വിശാഹ്. അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി നജ്ജാനി, അവിശ്വാസത്തിന്റെ നാട്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയവനാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പെണ്ണെ, എന്താണ് യൗമുൽ വിശാഹ് എന്ന് പറഞ്ഞാൽ? എന്താണ് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് യൗമുൽ വിശാഹിൽ ചെയ്ത അത്ഭുതം? വിശാഹ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള ഒരു തോൽ കഷ്ണം എന്നാണ്. യൗമുൽ വിശാഹ്, എന്താണ് ഈ തോൽ കഷ്ണത്തിന്റെ ദിവസം? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ സംഭവം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മാ ശഅനുകി ലാ തഖഉദീന മഈ മഖഅദൻ ഇല്ലാ ഖുൽതി ഹാദാ. അല്ല സഹോദരി, നിങ്ങൾ ഏത് നേരം എൻ്റെ കൂടെ വന്നിരിക്കുമ്പോഴും ഈ കവിത നിങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഇതിവൃത്തം? എന്താണ് അതിൻ്റെ ഉത്സാരം? അത് രസകരമായൊരു സംഭവമാണ്. ഞാനൊരു ചെറിയ പെൺകുട്ടിയായിരുന്ന കാലം ഖറജതു ജുവൈരിയതൻ ലിബഅദി അഹ്ലി, ഞാനന്ന് എൻ്റെ ബന്ധുക്കളുടെ കൂടെ അവർക്കൊരു വേലക്കാരിയായി ഞാനൊരു കൊച്ചു പെണ്ണായി ജീവിക്കുന്ന കാലം എൻ്റെ കയ്യിൽ വിശാഹും മിൻ ഉദ്മിൻ, ഒരു കഷ്ണമുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇയും വരികയും ഫമറത് ബി ഹിജഅതുൻ ഫഹസിബതുഹു ലഹ്മൻ ഫഖതഫത്ഹു, അതൊരു ഇറച്ചി കഷ്ണം പോലും, ഞങ്ങൾക്കത് എവിടെയാണ് നീ സൂക്ഷിച്ചു വെച്ചത് എന്നറിയണമെന്ന് പറഞ്ഞ് എന്നെ അവരടിച്ചു, എന്നെ പ്രഹരിച്ചു. അങ്ങനെ അവരെന്നെ പിടിച്ചു വെച്ച് നിൽക്കുമ്പോൾ എൻ്റെ തലക്ക് മുകളിലതാ വല്ലാഹി ഇന്നി ലഖായിമതും മഅഹും വഅന ഫീ കർബി, ഞാൻ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി നിൽക്കുമ്പോൾ ഇത് മറത്തിൽ ഹദിയാതു ഹത്താ വാസതു റൂസന, ഞങ്ങളുടെ തലക്കുമീതെ നൂറുകണക്കിന് കഴുകന്മാർ വന്ന് പറക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഫഅൽഖതുഹു, അതിൽപ്പെട്ട ഒരു കഴുകൻ ആ തോൽ കഷ്ണം അവിടെ താഴേക്ക് ഇട്ടു തന്നു. അത് കിട്ടിയപ്പോൾ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇതെന്തൊരു അത്ഭുതം! ഞാൻ പറഞ്ഞു, ഹാദല്ലദി ഇത്തഹംതുമൂനി ബിഹി വഅന മിൻഹു ബരീഅതുൻ വഹുവ ദാ, ഇത് ഞാൻ മോഷ്ടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ ആ തോൽ കഷ്ണം ഇതാ ഇവിടെ കണ്ടില്ലേ, കഴുകൻ കൊത്തിയെടുത്തതായിരുന്നു. അത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അല്ലാഹു കൊണ്ടുവന്ന് തന്നല്ലോ. അതാണ് യൗമുൽ വിശാഹ്. വയൗമൽ വിശാഹി മിൻ തഅജീബി റബ്ബിനാ അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി നജ്ജാനി. ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എൻ്റെ മുമ്പിൽ വഴിയറിയാതെ നിന്നപ്പോ, അതും ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, ഈ സംഭവമൊക്കെ നടന്ന് ഒരുപാട് കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ മഹദി ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ മഹദി പറഞ്ഞു, ആയിഷ ബീവി, ഇതെന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരനുഭവമാണ്. പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയാണ് അല്ലാഹു മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നത് എന്നറിയുന്നത് വലിയ അത്ഭുതമാണിത്. ആ അത്ഭുതം എനിക്ക് മറക്കാൻ കഴിയില്ല. വയൗമൽ വിശാഹി മിൻ തഅജീബി റബ്ബിനാ അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി നജ്ജാനി. വിശുദ്ധമായ റമദാനിന്റെ ഈ പകലിൽ സർവേശ്വരനായ തമ്പുരാനോട്, അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ റമദാനും ഇതിന് മുമ്പോട്ടുള്ള നാളുകളും ഈ ഉമ്മത്തിനും ലോക മനുഷ്യർക്കും സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, നന്മയുടെ കരുണാവർഷത്തിന്റെ കാലമായി മാറ്റിത്തരയണമേ. പ്രതിസന്ധികളിൽ നിന്ന് യൗമുൽ വിശാഹിൽ ഒരു അടിമപ്പെണ്ണിന് നീ മോചനം കൊടുത്ത പോലെ, അത്ഭുതകരമായ മോചനത്തിന്റെ വഴികൾ നീ കാണിച്ചു കൊടുത്ത പോലെ, ഈ ഉമ്മത്തിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾക്ക് അല്ലാഹുവേ നീ പരിഹാരം കാണിച്ചു നൽകണമേ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയെയും കൊണ്ട് മരുഭൂമിയിലൂടെ ഈജിപ്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ റളിയല്ലാഹു അൻഹയെ അവിടുത്തെ ദുഷ്ടനായ ഭരണാധികാരി പിടിച്ചു വെക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ് നബി എന്ന 2 മക്കളുണ്ടായി. അതിൽ ഇസ്ഹാഖ് നബിയുടെ ഉമ്മയാണ് സാറാ റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയെ രാജാവ് പിടിച്ചു വെച്ചിട്ട് എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, എന്റെ ഭാര്യ അയാൾ പിടിച്ചു വെക്കുമോ, അവൾ അപമാനിക്കുമോ, അവളുടെ ചാരിത്രം ധ്വംസിക്കപ്പെടുമോ എന്നൊക്കെ പേടിച്ചു നിൽക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ദൂരെ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയിൽ നിമഗ്നരായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി വരുന്നു. കൂടെ ഒരു അടിമപ്പെണ്ണുണ്ട്. ആ അടിമപ്പെണ്ണാണ് പിന്നീട് ഹാജർ ബീവി റളിയല്ലാഹു അൻഹയായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായി മാറുന്നത്. സാറ ബീവിയോട് ചോദിച്ചല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം, സാറാ എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത്? ഇബ്രാഹിം നബിയെ മഹാത്ഭുതം സംഭവിച്ചു. ആ ദുഷ്ടനായ രാജാവ് അയാളുടെ കൈ എന്റെ ദേഹത്തേക്ക് നീട്ടിയപ്പോഴേക്കും അയാളുടെ കൈ അവിടെ ഉറച്ചു പോവുകയാണ് ഉണ്ടായത്. അയാൾക്ക് എന്റെ നേരെ കൈ നീട്ടാൻ സാധിച്ചിട്ടില്ല. അയാൾ വിചാരിച്ചു ഞാനൊരു പിശാചാണെന്ന്, ഒരു ഭൂതമാണെന്ന്. നിങ്ങൾ ഒരു പെണ്ണിനെയാണോ ഒരു മനുഷ്യനെയാണോ, അതല്ല ഒരു ഭൂതത്തെയാണോ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് പരിചാരകന്മാരോട് ആക്രോശിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ സമ്മാനമായി ഈ ഹാജർ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് ദാനമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രതിസന്ധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അതുകൊണ്ട് സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ ഉമ്മത്തിന് എന്നേക്കുമായി വിജയത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും പ്രതീക്ഷയോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ നോക്കി നിൽക്കേണ്ടവരാണ് നമ്മൾ. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിൽ നിൽക്കുന്നവരോട് ആശ്വാസത്തിന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആശങ്കപ്പെടാനല്ല, നമ്മൾ ആശങ്കപ്പെടേണ്ടവരല്ല. പടച്ചതമ്പുരാന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ ഖലാഉകളും യഥാവിധി നടക്കുന്ന ലോകമാണിത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ തഖ്ദീറുകൾ സംഭവിക്കുന്ന ലോകമാണിത്. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, പരിശുദ്ധമായ മദീനയെ, പരിശുദ്ധരായ പ്രവാചകരെ അനുയായികളെ തുരത്തിയോടിക്കാൻ വേണ്ടി അഹ്സാബുകൾ, കോൺഫെഡറേറ്റ്സ്, ജൂതന്മാരുണ്ടവിടെ, ക്രിസ്ത്യാനികളുണ്ടെന്ന്. മക്കയിലെ പേഗൻസ് ഉണ്ട്, മുനാഫിക്കുകളുണ്ട്, കപടവിശ്വാസികള്, ബഹുദൈവ ആരാധകര്, 2 വേദം നൽകപ്പെട്ട ഗ്രന്ഥത്തിന്റെ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഈ 4 വിഭാഗം സഖ്യമായി പരിശുദ്ധ റസൂലിനെതിരെ, പരിശുദ്ധമായ മദീനക്കെതിരെ ഉപരോധം തീർക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മദീനയെ ലക്ഷ്യമാക്കി വന്നപ്പോൾ ولما رأى المؤمنون الأحزاب, ന്യൂനപക്ഷമായൊരു സമൂഹത്തെ ചതുർമത സഖ്യം തുരത്തി ഓടിക്കാൻ വേണ്ടി വന്നപ്പോൾ സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ അത് കാണുകയും മഹാസൈന്യം മദീനയോട് അടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഖാലൂ, വിശ്വാസികൾ പറഞ്ഞല്ലോ, ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ കരാറ് സംഭവിച്ചതാണ്. അല്ലാഹുവും റസൂലും പ്രതിസന്ധികൾ നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാണ്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ,
വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. അല്ലാഹുവിലുള്ള വിശ്വാസവും അല്ലാഹുവിനെ പടച്ച തമ്പുരാന് വേണ്ടിയുള്ള സമർപ്പണവും അവർക്ക് വർദ്ധിക്കുകയാണുണ്ടായത്. അവർ ശത്രുക്കളെ കണ്ട് പേടിച്ചില്ല എന്ന് സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറയുന്നു. നോക്കണം, ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ലാതിരുന്ന ഒരു കാലം, ഇന്നത്തെ പോലെ ഒരു സംവിധാനവും ഇല്ലാതിരുന്ന കാലം, ചതുർമത സഖ്യം മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ പേടിക്കുകയോ ഇനി നമ്മുടെ കഥ കഴിഞ്ഞല്ലോ എന്ന് പറയുകയോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആശങ്കുലരാവുകയോ അല്ല ചെയ്തത്. ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, ഇത് പ്രവാചകരുടെ വാഗ്ദാനമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ഈമാനും സമർപ്പണവും വർദ്ധിക്കുകയല്ലേ ഉണ്ടായത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന വചനങ്ങളാണ്. ആരും തന്നെ രാജ്യത്തിന്റെ ഭരണക്രമത്തിലേക്ക് നോക്കിയിട്ട് ഇനി മുതൽ ഇങ്ങോട്ട് നമുക്ക് നാശമാണെന്നോ ഈ സമുദായം പരാജയപ്പെട്ടെന്നോ പറഞ്ഞു പോകല്ലേ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല എന്ന് മാത്രം, നമ്മൾ കരുതിയതുപോലെയല്ല എന്ന് മാത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ ഖാല അർ-റജുലു ഹലകന്നാസ് ഫഖദ് ഇദാ ഖാല അർ-റജുലു ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും. ഒരു റിവായത്തിൽ, വേറെ റിവായത്തിൽ ഫഹുവ അഹ്ലകഹും. ഏതെങ്കിലും ഒരാൾ, ഇദാ ഖാല അർ-റജുലു, ഒരാൾ പറയുകയാണെങ്കിൽ ഹലകന്നാസ്, ജനങ്ങളൊക്കെ നശിച്ചല്ലോ, ജനങ്ങൾക്കിനി പരാജയമാണ്, വിശ്വാസികൾക്കിനി പരാജയമാണ്, ജനങ്ങളുടെ കാര്യം പോക്കാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ വിഭാഗത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഇത് പറഞ്ഞ ആൾ തന്നെയാണ്. ഒരർത്ഥം ഫഹുവ അഹ്ലകഹും, അല്ലെങ്കിൽ ആരാണോ ആ വാക്ക് പറഞ്ഞത് അയാളെ കൊണ്ടാണ് ഈ ഉമ്മത്തിന് പരാജയമുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും നശിച്ചുപോയി, നമ്മൾ തകർന്നു, നമ്മുടെ കാര്യം പോക്കാണ്, ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിൽ ഭാവിയില്ല എന്ന് ഒരാളും പറയരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഇദാ ഖാല അർ-റജുലു ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും, അല്ലെങ്കിൽ ഫഹുവ അഹ്ലകുഹും. ജനങ്ങൾ നശിച്ചു, ഇനി ഇങ്ങോട്ട് നമ്മുടെ കാര്യം ഇനി പ്രയാസമാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ദീനുണ്ടാവില്ല എന്നൊന്നും ആരും പറയരുതേ. അത് പറയുന്ന ആളുകളാണ് നശിപ്പിക്കുന്നത്, അവരാണ് ഏറ്റവും പരാജയപ്പെട്ടവരെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മസമർപ്പണത്തിലൂടെ, ആത്മവിശ്വാസത്തിലൂടെ ആത്മനിയന്ത്രണം സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة. ഈ ലൈറ്റ് നല്ല ചൂടുള്ള ലൈറ്റാണ്, ആവശ്യമുണ്ടോ നിങ്ങൾ? എന്നാൽ പിന്നെ അത് ഓഫ് ചെയ്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ വിശ്വാസികളെ? എങ്ങനെ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും.
നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളെല്ലാം അനുഭവിച്ച പ്രതിസന്ധികള്, പ്രയാസങ്ങളൊന്നുമേ അറിയാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണിത്. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങളൊന്നുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ, കടുത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളുടെ മുൻഗാമികൾക്കുണ്ടായിട്ടുണ്ടല്ലോ. വസുൽസിലൂ, അവർക്ക് ഭൂകമ്പമുണ്ടായിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, പ്രവാചകന്മാർ ജീവിച്ചിരിപ്പുള്ള കാലമാണത്. അമ്പിയാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ അവരോടുകൂടെ വിശ്വസിച്ച ആളുകൾക്കും പ്രവാചകന്മാർക്കടക്കം ഭൂകമ്പങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ സത്യവിശ്വാസികൾ പ്രവാചകരും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ നിന്റെ സഹായം എപ്പോഴാണ് വരുന്നത്, നിന്റെ സഹായം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുമാർ നിങ്ങളുടെ മുൻഗാമികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്കങ്ങ് സ്വർഗത്തിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം വളരെ അരികത്തു തന്നെയാണെന്ന് പരിശുദ്ധ റസൂലിനോട് പരിശുദ്ധ ഖുർആൻ. ഇത് ആശ്വാസമാണ്. ഖുർആൻ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്, പ്രതീക്ഷയാണ് നൽകുന്നത്. മഹാനായ പ്രവാചകർ എപ്പോഴും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രബോധകന്മാരോട്, വാള് പറയുന്നവര്, ഖുത്ബ ഓതുന്നവര്, നാടുകളിൽ ജനങ്ങൾക്ക് ഉത്ബോധനം ചെയ്യുന്നവരോട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസാണിത്. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷമാണ് നൽകേണ്ടത്, വെറുപ്പുണ്ടാക്കരുത്. യസ്സിറൂ വലാ തുഅസ്സിറൂ, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന, അവർക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ സങ്കീർണമാക്കി കൊടുക്കരുത്. ജനങ്ങൾക്ക് ദീനിനോട് വെറുപ്പുണ്ടാക്കി കൊടുക്കരുത്. ബശ്ശിറൂ വലാ തുനഫിറൂ യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ ആശ്വാസമാണ് കൊടുക്കേണ്ടത്, പ്രയാസമല്ല. നിങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് നൽകേണ്ടത്, നിരാശയല്ല എന്ന് പ്രബോധകന്മാരോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ചാവുകടൽ നിൽക്കുന്ന ഭാഗം, അതായത് ജോർഡാനിന്റെയും ഫലസ്തീനിന്റെയും ബോർഡർ, ചാവുകടലിന്റെ ഭാഗത്ത്, ചാവുകടലിന്റെ ഭാഗമാണ് ഭൂമിയിലെ ഏറ്റവും ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ എർത്ത്, ലോകത്തെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഭാഗം. ഇന്ന് അതിനാണ് അദ്നൽ അർള്, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഖുർആന്റെ മുഅ്ജിസത്താണ്. ചാവുകടലിലേക്ക് പോകുമ്പോൾ, ജോർഡാനിൽ നിന്ന് നമ്മൾ ചാവുകടലിലേക്ക് പോകുന്നത് ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് ചുരമിറങ്ങുമ്പോഴാണ്. അതിൻ്റെ ഏകദേശം പകുതി എത്തുമ്പോൾ കാണും ഇത് സീ ലെവലാണ്, സമുദ്രനിരപ്പിലാണ്. പിന്നെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ലോകത്തെ എല്ലാ സമുദ്രങ്ങളും നിൽക്കുന്ന വെള്ളത്തിൻ്റെ നിരപ്പിൽ നിന്ന് 300 മീറ്റർ താഴെയാണ് ചാവുകടൽ നിൽക്കുന്നത്. ഏകദേശം 300 മീറ്റർ താഴെ. ലോകത്തെ എല്ലാ സമുദ്രവും 300 മീറ്റർ മീതെയാണ്. ചാവുകടലാണ് ഏറ്റവും താഴെയുള്ള, ലോകത്തെ ഏറ്റവും ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ എർത്ത്. ഖുർആൻ ഇത് പറഞ്ഞത് സൂറത്തു റൂമിലാണ്. ആ പരിസരം നമ്മൾ ആലോചിച്ചു നോക്കൂ. മക്കക്കാരായ ആളുകൾ, പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിലെ മുഅ്മിനീങ്ങളായ ആളുകളും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മതമുള്ളവരും മതമില്ലാത്തവരും തമ്മിലൊരു യുദ്ധം നടക്കുന്നു. ചാവുകടലിന്റെ ഭാഗത്ത് വെച്ച് മതമുള്ളവരാണ് ക്രിസ്ത്യാനികൾ, റോമക്കാർ. മതമില്ലാത്തവരാണ് പേർഷ്യക്കാർ, അന്നത്തെ ഇറാനികൾ മാഗിയൻസ്. അവരും റോമക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. അത് കണ്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, പരിശുദ്ധ റസൂലിനെയും വിശ്വാസികളെയും കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, മതമുള്ള വിഭാഗം, പ്രവാചകന്മാരുടെ അനുയായികൾ, വേദം നൽകപ്പെട്ട ക്രിസ്ത്യാനികള്, അവരെ പരാജയപ്പെട്ടു. മതമില്ലാത്ത തീയിനെ ആരാധിക്കുന്ന ആളുകളാണ് മാഗിയൻസ്, അവരാണല്ലോ വേദം നൽകപ്പെട്ട ആളുകൾക്ക് ഒരു യുദ്ധത്തിൽ പരാജയമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതേ പരാജയം ഖുർആനിന്റെ ആളുകൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങയെ നിരാശപ്പെടുത്തുന്നവരോട് പറഞ്ഞേക്കണം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള്. ഗുലിബത്തിർ റൂം, റോമക്കാർ, മതമുള്ള
ക്രിസ്ത്യാനികളായ ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. ഫീ അൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്ത് വെച്ച്. അതിന് അഖറബ് എന്നർത്ഥം കൊടുക്കാറുണ്ട്. അതിലേറെ ഖുർആനിന്റെ ഇഅ്ജാസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ആശയം അതിന ദുനിയ എന്ന് പറയുന്ന പോലെ അത് വിശുദ്ധ ഖുർആനിന്റെ ഇഅ്ജാസിൽപ്പെട്ട ഒരു ഭാഗമാണ്. ഇഅ്ജാസുൽ ലഫ്ളിയാണിത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വചനങ്ങളുടെ ആശയ വൈപുല്യങ്ങൾക്കൊരു ഉദാഹരണമാണിത്. തൊട്ടടുത്ത നാട്ടിൽ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട് അതിന്. പക്ഷേ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നാണ് അതിനക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കാൻ അർത്ഥം വെക്കുന്നത് അങ്ങനെയാണ്. അതിനൽ അറുള്, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം. ഇന്ന് ജോർഡാനിന്റെയും ഫലസ്തീനിന്റെയും ബോർഡർ നിൽക്കുന്ന ജോർഡാൻ നദിയുടെ ഭാഗം, മലിക് ഹുസൈൻ ബ്രിഡ്ജിന്റെ തൊട്ട് പരിസരം, അവിടെ വെച്ച് ക്രിസ്ത്യാനികൾക്ക് പരാജയമുണ്ടായിട്ടുണ്ട്. ശരി തന്നെയാണ് നബിയെ. എന്നാൽ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ആ പരാജയത്തിന് ശേഷം അവർക്കിനി വിജയമുണ്ടാകാൻ പോകുന്നുണ്ട് നബിയെ. ഫീ ബിദ്ഉ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 10 വർഷത്തിനുള്ളിൽ ഇതേ ക്രിസ്ത്യാനികൾക്ക്, റോമക്കാർക്ക്, പേർഷ്യക്കാർക്കെതിരെ യുദ്ധം നടത്തി അവർക്ക് വിജയം വരാൻ പോകുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 10 വർഷത്തിൽ താഴെ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്, കാര്യങ്ങൾക്ക് മുമ്പും ശേഷവും എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു തന്നെയല്ലയോ. വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ, ആ വിജയം നടക്കുന്ന ദിവസം സത്യവിശ്വാസികൾ സന്തോഷിക്കുന്നവരാണ്. ബിനസ്രില്ലാഹ്, അല്ലാഹു നൽകുന്ന സഹായം കൊണ്ട് വിശ്വാസികൾ അന്ന് സന്തോഷിക്കുന്നവരാണ്. യൻസുറു മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കുന്നവനാണല്ലോ. വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകൾ ഇറക്കുന്നത് പ്രവാചകർക്ക് സമാധാനം നൽകാനായിരുന്നു. പറഞ്ഞ പോലെ ഈ ആയത്തുകൾ ഇറങ്ങി 7 വർഷത്തിനുള്ളിൽ പേർഷ്യക്കാർക്കെതിരെ റോമക്കാർ വിജയിക്കുകയും ചെയ്തു. ഖുർആനിന്റെ നബുആത്തുകളിൽപ്പെട്ടതാണിത്. പറഞ്ഞ പോലെ സംഭവിക്കുകയും ചെയ്തു. നോക്കണം, പരാജയമല്ലേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും പരാജയങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിനും വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കും നഷ്ടമുണ്ടായി എന്ന് പറയല്ലേ. ചരിത്രം ആവർത്തിക്കുക മാത്രമാണ് നടക്കുന്നത്. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബിമാർക്കും കടുത്ത പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു യുദ്ധമാണ് ഉഹദ്. ഉഹദ് പരാജയമായിരുന്നു, ബദർ വിജയമായിരുന്നു. ഉഹദിന്റെ അവസാന ഭാഗം പരാജയം സംഭവിച്ചു പോയിട്ടുണ്ട്. 70ഓളം സ്വഹാബിമാർ ഷഹീദുകളായ യുദ്ധമാണ് പരിശുദ്ധമായ ഉഹദ് യുദ്ധം. ആ യുദ്ധത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ പൂമേനിയിൽ പോലും ഹബീബിന് അപകടങ്ങൾ ഉണ്ടായത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ എല്ലാവരും കളിയാക്കി പറയാൻ തുടങ്ങി, ഞങ്ങൾ പ്രതികാരം ചെയ്തല്ലോ, ഞങ്ങൾ പ്രതികാരം ചെയ്തു എന്ന് കളിയാക്കി പറയുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്. സൂറത്തു ആല ഇംറാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. വിശുദ്ധ ഖുർആൻ ബദറിൽ നടന്ന ആ വിജയത്തെ അനുസ്മരിപ്പിച്ചത് ഉഹദ് യുദ്ധം നടന്നതിന് ശേഷമാണ്. വലിയൊരു അത്ഭുതമല്ലേ അത്? ബദറിന്റെ അത്ഭുതങ്ങളെ, ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നല്ലോ. ഫത്തഖുല്ലാഹ്, പരാജയം സംഭവിച്ചതിൽ നിങ്ങൾ വിഷമിക്കരുതേ. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവരായി മാറേണ്ടവരാണ്. ശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. സ്വഹാബികളെ,
3000 മാലാഖമാർ, 3000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുന്നത് നിങ്ങൾക്ക് പോരെയോ? ബലാ ഇൻ തസ്ബിറൂ വതത്തഖൂ വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. വിശുദ്ധ ഖുർആൻ 3000 എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് 5000 മലക്കുകളെ, തലപ്പാവ് ധരിച്ച മലക്കുകളെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നില്ലയോ എന്ന് പരിശുദ്ധമായ ഖുർആൻ സ്വഹാബികളുടെ മനോധൈര്യം വീണ്ടെടുക്കാൻ ആയത്തിറക്കുകയാണുണ്ടായത്. കഴിഞ്ഞില്ല. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെട്ടു പോവല്ലേ, നിങ്ങൾ നിരാശരായി പോവല്ലേ. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അന്തിമ വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഉമ്മത്ത് പ്രതീക്ഷയോടെ ജീവിക്കേണ്ട ഉമ്മത്താണ്. ഈ ഉമ്മത്ത് പ്രതീക്ഷയോടെ ജീവിക്കേണ്ട ഉമ്മത്താണ്. പ്രതിസന്ധികൾ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ കാലങ്ങളിൽ, ചരിത്രങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ടല്ലോ. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا. നബിയേ, അങ്ങ് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പോലെ പ്രവാചകന്മാർക്ക് മുഴുവനും ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും പിശാചുക്കളിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. സത്യവിശ്വാസികളെ കുത്തി നോവിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും വഞ്ചനയുടെ വാക്കുകൾ അവർ പരസ്പരം കൈമാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകരെ, നിങ്ങൾ നിരാശരാവരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നബിയെ, നിങ്ങൾ ഓർത്തുവോ, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കാലത്ത് ഉമ്മ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിയ ആ കുഞ്ഞാണ്. ഏതൊരു ശത്രുവാണോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തടയുകയും അതിൽപ്പെട്ട ഒരു കുഞ്ഞ് എന്റെ അധികാരം പിടിച്ചടക്കുമെന്ന പേടിയിൽ ഏതൊരു രാജാവാണോ പിഞ്ചു പൈതങ്ങളെ കൊല്ലാനുള്ള ഓർഡർ കൊടുത്തിരുന്നത്, അതേ രാജാവിന്റെ മടിത്തട്ടിൽ വെച്ച് അതേ രാജാവിന്റെ അധികാരം പിടിച്ചെടുക്കുന്ന മഹാനായ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നതങ്ങ് കണ്ടില്ലയോ നബിയെ? ആ പ്രവാചകൻ അവിടുന്ന് അബദ്ധവശാൽ സംഭവിച്ചൊരു കൊലപാതകത്തിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു മദീനയിലേക്ക്, ശുഐബ് നബിയുടെ നാട്ടിലേക്ക്. ആ തിരിച്ചു വരുന്ന 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നുബുവത്ത് നൽകുകയും ഫറോവയിലേക്ക് അല്ലാഹു തആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അല്ലാഹു ശക്തിപ്പെടുത്തുകയും ചെയ്ത് ഫറോവയെ 70 കൊല്ലങ്ങൾക്ക് ശേഷം 60 ആണ്ടുകൾക്ക് ശേഷം ഫറോവയെയും കിങ്കരന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കിക്കൊന്നതും നബിയേ അങ്ങ് കണ്ടിട്ടില്ലയോ പ്രവാചകരെ? പ്രതിസന്ധികളില്ലാത്തൊരു ലോകം ഈ ലോകത്തുണ്ടാവില്ല. പ്രതിസന്ധികളില്ലാത്തൊരു ലോകം ഇവിടെ ഉണ്ടാകില്ല. യുദ്ധം നടന്നപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഹബീബിനോട് ചോദിച്ചത്, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദിൻ. പ്രവാചകരെ, ഉഹുദിന്റെ ദിവസത്തെക്കാളും പ്രയാസമുണ്ടായ ഒരു ദിവസം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ നബിയേ? ഉഹുദിനേറെ ലഖദ് ലഖീത മിൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, ആയിഷ ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീത്. ആയിഷ, നിന്റെ ആളുകൾ, നിന്റെ നാട്ടുകാര്, അവരിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ചിട്ടുണ്ട്. വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ. എന്നാൽ അഖബ ദിനത്തിലാണ് ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ടത്. എനിക്ക് സഹായം നൽകുമോ, എന്നെ ഏറ്റെടുക്കുമോ എന്ന് ഇബ്നു അബ്ദ് യാലീൽ ഇബ്നു അബ്ദ് കുലാലിനോട് ഞാൻ ചോദിക്കുകയും ത്വായിഫുകാരൊന്നാകെ എന്റെ ആവശ്യം നിരാകരിക്കുകയും എന്നെ കല്ലെടുത്ത് ഓടിക്കുകയും ചെയ്ത് ഖർനു സആലിബ് വരെ ചോര ഒലിക്കുന്ന കാലുമായി ഞാൻ ഓടി വന്ന് മാലാഖമാർ വന്ന് നബിയേ ആ സമുദായത്തെ ഈ അഖ്ശബൈൻ 2 മഹാപർവ്വതങ്ങൾക്കിടയിൽ നിന്ന് ഇടയിൽ വെച്ച് നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹബീബായ നബി തങ്ങൾ വേണ്ട വേണ്ട,
അവരിൽ നിന്ന് ആരെങ്കിലും സത്യവിശ്വാസം കൈകൊണ്ട് തിരികെ വരികയാണെങ്കിൽ അതല്ലയോ നല്ലത് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്ത ത്വായിഫാണ് ആയിഷ. ഉഹദിനേക്കാളും പ്രയാസകരമായി ഞാൻ അനുഭവിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചാരി നിൽക്കുകയാണ്. സ്വഹാബികളിൽ പാവമായ സ്വഹാബി ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് സഹായം വേണമെന്ന് അങ്ങ് അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലേ നബിയേ? അലാ തദ്ഉല്ലാഹ ലനാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നില്ലേ നബിയേ? അലാ തറാ മാ നസല ബിനാ, ഞങ്ങളുടെ പ്രതിസന്ധികൾ അങ്ങ് കാണുന്നില്ലയോ നബിയേ എന്ന് ഇരുമ്പിന്റെ മൂർച്ചയുള്ള ചീർപ്പുകൾ കൊണ്ടുവന്ന് ശരീരത്തിലെ വേദനയുള്ള മാംസങ്ങളെല്ലാം കൊത്തി വലിച്ചെടുത്ത് ശരീരം ആസകലം വികൃതമാക്കി വേദനിപ്പിക്കുമ്പോഴും അവരാരും അല്ലാഹുവിന്റെ വചനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഖബ്ബാബേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ വെളിച്ചം ലോകത്ത് പരക്കുക തന്നെ ചെയ്യും. ഈ വെളിച്ചം ലോകത്തിന്റെ മുഖമൂലകളിൽ എത്തുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്, സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരു യാത്രക്കാരൻ ലാ യഖാഫു ഇല്ലല്ലാഹ വദ്ദിബ അലാ ഗനമി, തന്റെ ആട്ടിൻപറ്റങ്ങളെ ചെന്നായ കൊണ്ടുപോകുമോ എന്ന് ചെന്നായകളെ പേടിക്കുകയല്ലാതെ ഒരു മഖ്ലൂക്കിനെയും പേടിക്കാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരാനുണ്ട് ഖബ്ബാബേ. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങളത് ഇപ്പോൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, അത് ഇപ്പോൾ നടക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണ്. അള്ളാഹു ഈ ദീനിന്റെ വെളിച്ചം ലോകത്ത് അഭിമാനത്തോടെ തെളിയിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ധൃതിപ്പെടുകയാണ്. ധൃതിപ്പെടല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ജീവൻ പണയം വെച്ച് എന്ന് പറഞ്ഞുകൂടാ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് വിശുദ്ധമായ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോഴാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കളുടെ കാലാണ് കാണുന്നത്. ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ, അവരാരെങ്കിലും കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ ഗുരു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കോർമ്മയുണ്ടോ? മാ ظنك بثنين الله ثالثهما. സിദ്ദീഖേ, ശത്രുക്കളുടെ വാള് കണ്ട് നിങ്ങൾ പേടിക്കുകയാണോ? ശത്രുക്കൾ നമ്മുടെ തലയെടുക്കുമെന്ന് കണ്ട് പേടിക്കുകയാണോ? ശത്രുക്കൾ നമ്മെ ഉപദ്രവിക്കുമെന്ന് പേടിക്കുകയാണോ? മാ ظنك بثنين, നമ്മൾ അല്ലാഹുവിന്റെ കൂടെ ജീവിക്കുന്നവരല്ലേ. മാ ظنك بثنين അല്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടുപേരുടെ കൂടെ മൂന്നാമനായി സർവേശ്വരനായ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ സിദ്ദീഖേ, നിങ്ങൾ എന്തിന് ഭയപ്പെടണമെന്ന് ചോദിച്ച ആ ഒരു മറുപടി ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പടച്ച തമ്പുരാന്റെ ഖുദ്റത്തിനെ മറികടക്കാൻ കഴിയുന്നത്? ആർക്കും കഴിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിൻ. പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഈ ഉമ്മത്ത് ആത്മവിശ്വാസത്തിലൂടെ മുന്നേറേണ്ടവരാണ്. ആരും നിരാശപ്പെടേണ്ടവരല്ല. വിശുദ്ധ ദീനിന്റെ വെളിച്ചം, അള്ളാഹുവിന്റെ വെളിച്ചം ലോകത്ത് ഊതിക്കെടുത്താൻ ലോകത്തെ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആനും ചരിത്രവും അത് തെളിയിച്ചിരിക്കുകയല്ലേ. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ മദീനക്ക് ചുറ്റും കിടങ്ങ് കുഴിക്കപ്പെട്ട കാലം. മദീനക്ക് ചുറ്റും കിടങ്ങാണ്. മദീനയെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുന്ന നേരത്തെ കിടങ്ങ് കുഴിക്കാൻ കുഴിയിലേക്ക് ഇറങ്ങിയല്ലോ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ രണ്ട് വരി പാട്ടുപാടിയിട്ടുണ്ട് അവിടെ. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ فأنزلن سكينة علينا وثبت الأقدام إن لاقينا. മഴവെടുത്ത് മൺവെട്ടിയെടുത്ത് മണ്ണ് കോരുകയും പാറ വെട്ടുകയും ചെയ്യുന്ന നേരം വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതെ
വയറിലൊരു ഭാരം കിട്ടാൻ വേണ്ടി 2 കല്ലുകൾ വെച്ച് കെട്ടി, വയറിന് ഭാരമുണ്ടാവാൻ 2 കല്ലുകൾ പിടിച്ചു കെട്ടി. ലോകത്തിന്റെ ഗുരു ഹബീബായ നബി തങ്ങൾ മൺവെട്ടിയെടുത്ത് മണ്ണ് കൊത്തിയെടുക്കുമ്പോ, മഴുവെടുത്ത് പാറക്കല്ലുകളെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ചരിത്രം അത് തങ്കലിപികളാൽ രേഖപ്പെടുത്തിയല്ലോ. വല്ലാഹി ലൗലല്ലാഹ് വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ. അല്ലാഹുവേ തന്നെയാണ് സത്യം. ലൗലല്ലാഹ്, പടച്ച തമ്പുരാനില്ലായിരുന്നുവെങ്കിൽ മഹ്തദൈനാ, നമുക്ക് സന്മാർഗം ലഭിക്കില്ലായിരുന്നല്ലോ. പടച്ച തമ്പുരാനില്ലെങ്കിൽ നമുക്ക് ഹിദായത്തില്ല. വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, നമ്മൾ ദാനം കൊടുക്കില്ലായിരുന്നല്ലോ. പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ദാനം ചെയ്യുന്നത്. വലാ സ്വല്ലൈനാ, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ 5 വക്ത നിസ്കാരത്തിന് സമയം കണ്ടെത്തുന്നതും ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ. അതുകൊണ്ട് റബ്ബേ ഫഅൻസിലൻ സകീനതൻ അലൈനാ, ഞങ്ങൾക്കുമേൽ നീ നിന്റെ സമാധാനം ഇറക്കിത്തരേണമേ. വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ, ശത്രുക്കൾ ഞങ്ങളോട് പോരടിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കാലുകൾക്ക് ഉറപ്പ് നൽകണേ അല്ലാഹ്. ഇതാണ് ഹബീബായ നബി തങ്ങളുടെ വാക്കുകൾ. സ്വഹാബികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്, സ്വഹാബികളുടെ കാലുകൾക്ക് മനസ്സിന് കരുത്തു പകരുകയാണ്. പടച്ച തമ്പുരാനെ, നീയില്ലെങ്കിൽ ഖന്തഖുണ്ടോ, നീയില്ലെങ്കിൽ മദീനയുണ്ടോ, നീയില്ലെങ്കിൽ ഞങ്ങളുടെ സ്വതക്കയുണ്ടോ, നീയില്ലെങ്കിൽ എന്തിനാണ് ഈ ത്യാഗം, നീയില്ലെങ്കിൽ എന്തിനാണ് പ്രാർത്ഥന, നീയില്ലെങ്കിൽ എന്തിനാണ് നിസ്കാരം. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ നെഞ്ചിലേറ്റിയവരാണ്. അതുകൊണ്ട് ഫഅൻസിലൻ സകീനതൻ അലൈനാ, ഞങ്ങൾക്കുമേൽ നീ നിന്റെ സമാധാനം ഇറക്കി തരേണമേ. വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ, ആത്മവിശ്വാസം നൽകണമേ, കരുത്തു നൽകണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ വാക്കുകൾ. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന ഉടനെ പരിശുദ്ധമായ ഖുബാ മസ്ജിദ് നിർമ്മിക്കുകയാണ്. മസ്ജിദ് ഖുബാ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ, ഹബീബായ തങ്ങൾ തറക്കല്ലിടുകയും ഹബീബിന്റെ കൈകൊണ്ട് നബി തങ്ങൾ മണ്ണ് കട്ടയാക്കി ഉരുളയാക്കി ആ വിശുദ്ധമായ പള്ളിയുടെ ചുമര് വാർക്കാൻ വേണ്ടി ഈത്തപ്പനയോലകളും കല്ലും ഹബീബായ നബി തങ്ങൾ ചുമന്നുകൊണ്ടുവന്ന വിശുദ്ധമായ ഖുബാ പള്ളിയുടെ നിർമ്മാണം നടക്കുമ്പോ ഹബീബിന്റെ നാവുകളിൽ നിന്ന് വന്ന 2 വരിയുണ്ട്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. ത്യാഗമാണത്, ത്യാഗം. ഹബീബായ നബി തങ്ങൾ ഹിജറ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഹിജറ എന്നത് 11 ദിവസം മരുഭൂമിയിലൂടെ ഹബീബായ നബി തങ്ങൾ ത്യാഗം ചെയ്ത് നടത്തിയ യാത്രയാണ്. ഒരു ഫ്ലൈറ്റ് യാത്ര പോലെയല്ല അത്. നമ്മൾ ആലോചിക്കണം, മരുഭൂമിയിലൂടെ 11 ദിവസമെടുത്ത് ശത്രുക്കളെ പേടിച്ച് ഒളിച്ചും പാർത്തും വന്ന യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞ് ക്ഷീണം മാറുന്നതിന് മുമ്പ് ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ ഖുബാ പള്ളിക്ക് വേണ്ടി കല്ലെടുത്ത് കൊണ്ടുവരുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ നബിയേ അങ്ങ് പോയിരുന്നോളൂ നബിയേ, നക്ഫീക നബിയേ, അങ്ങേക്ക് പകരം ഞങ്ങളത് ചെയ്തോളാം നബിയേ, ഞങ്ങളത് ചെയ്തോളാം. അങ്ങേക്ക് എത്ര വയസ്സായി നബിയേ? 53 കഴിഞ്ഞില്ലയോ നബിയേ, അങ്ങത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ തിരിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനോട്, ഹംസ നിങ്ങൾക്കും എനിക്കും ഏകദേശം ഒരേ വയസ്സ് തന്നെയല്ലേ ഇപ്പോ, അതുകൊണ്ട് ഹംസ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും പണിയെടുക്കാം. ആ ഒരു ത്യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹബീബിന്റെ നാവുകളിൽ നിന്ന് വന്ന വാക്കുകൾ നിരാശയുടേതല്ല, പ്രതീക്ഷയുടേതാണ്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ. പടച്ചവനെ, നന്മയായ നന്മ മുഴുവനും പരലോകത്തിന്റെ നന്മയാണ്, പരലോകത്തിന്റെ നന്മയാണ് നന്മകളിൽ ഏറ്റവും വലുത്. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അതുകൊണ്ട് റബ്ബേ, എന്റെ കൂടെ ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളെയും ഞങ്ങളെ സ്വീകരിച്ച മദീനക്കാരായ അൻസ്വാരികൾക്കും നീ പാപമോചനം നൽകണമേ. ക്ഷീണവും പ്രയാസവുമെല്ലാം ഇവിടെ തീരുന്നതാണ്.
ആശ്വാസം പരലോകത്തിൻ്റെതല്ലയോ എന്ന് പറഞ്ഞ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മനസ്സിന് ഉറപ്പ് നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ ആരും ഹലക്കന്നാസ്, ജനങ്ങൾ നശിച്ചു എന്ന് പറയല്ലേ, ജനങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയല്ലേ, ഈ സമുദായത്തിന്റെ കാര്യം ഇനി പ്രശ്നമാണ് എന്ന് പറയല്ലേ, ഫഹുവ അഹ്ലകഹും, അത് പറയുന്നവരാണ് അവരെ നശിപ്പിക്കുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു പറയുന്നത്. നഹ്നു നഈഷു അലാ അമലിൻ മിനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും ഒരു യുദ്ധത്തിന് വേണ്ടി ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ശത്രുക്കൾ എപ്പോഴാണ് വന്ന് ആക്രമിക്കുക എന്നറിയില്ല. മുത്തുനബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ ഒരു വാക്ക് മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ ബുയ്യിത്തും, നബി തങ്ങൾ പറയാൻ, ഇൻ ബുയ്യിത്തും ബഗ്തതൻ ഫജ്അലൂ ശിആറകും ഹാമീം ലാ യുൻസറൂൻ ലിയുമയ്യിസൽ മുസ്ലിമു അഖാഹ്. ലോകത്തിന്റെ ഗുരുവാണിത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ഹൃദയത്തിന് 1000 ഉറപ്പ് നൽകുന്ന നബി തങ്ങൾ, ഹൃദയങ്ങൾക്ക് ബലം നൽകുന്നവർ, ആത്മവിശ്വാസവും ആത്മകരുത്തും നൽകുന്ന പ്രവാചകർ. ഇരുളിൽ സ്വഹാബിമാര് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ബുയ്യിത്തും, ശത്രുക്കളെങ്ങാനും രാത്രി വന്നാണ് നമ്മൾ ആക്രമിക്കുന്നതെങ്കിൽ, ഇദാ ബുയ്യിത്തും എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ശത്രുക്കളെങ്ങാനും രാത്രിയാണ് ബഗ്തതൻ, വളരെ പെട്ടെന്ന്, ഓൾ ഓഫ് എ സഡൻ അവർ പെട്ടെന്ന് നമ്മിലേക്ക് ഇരച്ചു കയറുകയും ഈ രാത്രി ആർക്കും ആരെയും മുഖം കാണാതെ ഇരിക്കുകയും ചെയ്യുന്ന നേരത്താണ് ശത്രുക്കൾ വരുന്നതെങ്കിൽ, സ്വഹാബികളെ, ഫജ്അലൂ ശിആറകും, നിങ്ങളുടെ കൂടെയുള്ള സഹോദരൻ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാത്ത അവസ്ഥ വരും. ഇരുട്ടല്ലയോ? ശത്രുക്കളും വിശ്വാസികളും ഇടയ്ക്ക് കൂടിക്കലരുമ്പോൾ നിങ്ങൾക്കൊരു ശിആർ വേണം, നിങ്ങളുടെ നാവുകളിൽ ഒരു ഉച്ചാരണം വേണം. ഹാമീം ലാ യുൻസറൂൻ, ഹാമീം ലാ യുൻസറൂൻ എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയണേ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതെന്റെ സഹോദരനാണ്. ഹാമീം ലാ യുൻസറൂൻ, ഇരുട്ടിലാണിത് നടക്കുന്നതെങ്കിൽ ഇരുളിന്റെ മറവിൽ ഈ വിശ്വാസി ജനങ്ങളെ അറുകുല ചെയ്യാനാണ് അവർ വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ഹാമീം ലാ യുൻസറൂൻ. അവരൊരിക്കലും രക്ഷപ്പെടുകയില്ല, അവരൊരിക്കലും സഹായിക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ പറയണേ. എന്തിനാണത്? നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയാണത്. ഹാമീം ലാ യുൻസറൂൻ, നിങ്ങൾക്കാണ് വിജയം, ശത്രുക്കൾക്ക് വിജയമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാക്കുകളും ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ 2 സഅദുമാരോട് പറഞ്ഞ വാക്കുകൾ, ഏതെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയോ അപകടമോ ഉണ്ടാകുമ്പോൾ പെട്ടെന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്ത് ജനങ്ങളുടെ മനസ്സ് മുഴുവൻ വേദനിപ്പിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. നെഗറ്റിവിറ്റി കടത്തിവിടുന്ന വീഡിയോകൾ, പ്രയാസപ്പെടുത്തുന്നത്, നിരാശ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളാരും പ്രചരിപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻതുലിഖൂ, മഹാനായ സഅദ് ഇബ്നു മുആദ്, മഹാനായ സഅദ് ഇബ്നു ഉബാദ ഇടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊന്ന് ചെവി തുറന്ന് കേൾക്കണമേ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സഅദുമാരെ, നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കുകയും ജൂതന്മാർ കരാറ് പൊളിച്ചു എന്ന് പറയുന്ന സംഗതി ശരിയാണെങ്കിൽ ഫൽഹനൂലി ലഹ്നൻ അരിഫുഹു, അത് എന്നോട് മാത്രം വന്ന് പറയണം, അത് എനിക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് സൂചന തന്നാൽ മതി. വലാ തുഫ്തു ഫീ അഅദാദിന്നാസ്, നിങ്ങൾ ജനങ്ങളോട് പോയത് പ്രചരിപ്പിക്കരുത്, ഈ ന്യൂസ് നിങ്ങൾ ജനങ്ങളോട് പറയരുത്. പാവങ്ങളായ വിശ്വാസിനികളും പെൺകുട്ടികളും ആൺകുട്ടികളും കൊച്ചുമക്കളും വൃദ്ധന്മാരും രോഗികളും അവരിത് കേൾക്കുമ്പോൾ അവർക്ക് പേടിയാകും. ഒരു യുദ്ധം നടക്കുമോ എന്നവർക്ക് ഭീതിയാകും. അതുകൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങളാരും ആ വാർത്ത ശരിയാണെങ്കിൽ
ജൂതന്മാർ കരാർ പൊളിച്ചു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിങ്ങളിത് ജനങ്ങളോട് പറയരുതേ. ഇൽഹനൂലി ലഹ്നൻ അഅരിഫുഹു, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സിഗ്നൽ തന്നാൽ മതി, അത് ഞാൻ മാത്രമേ അറിയാവൂ, ഞാൻ നിങ്ങളുടെ ലീഡറാണ്, എന്നാൽ പൊതുജനങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഇതാണ് ഇസ്ലാം. പൊതുജനങ്ങളെ അവരെ പാനിക്കാക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമത്തിലായി പോകരുത്. നിങ്ങൾ ആരും അവരിലേക്ക് ഈ ന്യൂസ് നിങ്ങൾ അവരിലേക്ക് അറിയിക്കരുത്. നിങ്ങൾ കേട്ടത് ശരിയല്ലെങ്കിൽ ജൂതന്മാരും നമ്മളും തമ്മിലുള്ള കരാറ് അവര് പൊളിക്കാതെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തയെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളോട് പരസ്യമായി പറഞ്ഞോളൂ. അവര് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയരുത്, അത് ഞാൻ മാത്രമേ അറിയാവൂ. അവര് കരാറ് പൊളിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമില്ല. ആ സന്തോഷ വാർത്ത നിങ്ങൾ പരസ്യമായി പറഞ്ഞോളൂ പൊതുജനങ്ങളോട്. അല്ല, അവര് കരാറ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി പറയരുത്. നോക്കണം, ജേർണലിസത്തിന് നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ, കമ്മ്യൂണിക്കേഷന് നിയമങ്ങളുണ്ട് അള്ളാഹുവിന്റെ ദീനിൽ. ഇസ്ലാം എന്നത് നിസ്കാരവും നോമ്പും സ്വലാത്തും ദിക്റും മാത്രമല്ലല്ലോ. ദീൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ഏത് പ്രശ്നങ്ങൾ വന്നാലും ദീനുൽ ഇസ്ലാമിന് ഇടപെടാനുണ്ടവിടെ, ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ടവിടെ. ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത് പോലും ഒരു വാർത്തയുടെ ജെന്യൂനിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നത് നിങ്ങൾ പരസ്യമാക്കി പറയരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും ഹുനൈനിലേക്ക് നീങ്ങുകയാണ്. സ്വഹാബിമാരെയും അവരെ തുരത്തി ഓടിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ഹുനൈനിൽ നിന്ന് അല്ലാഹ് തീർച്ചയായും നാളെ അത് മുസ്ലിമീങ്ങളുടെ ഗനീമത്താണ്, അത് മുസ്ലിമീങ്ങളുടെ ഗനീമത്താണ്, മുസ്ലിമീങ്ങൾക്കത് ഗനീമത്താണ്. ആയുധബലമല്ല ഹബീബായ നബി തങ്ങൾ നോക്കുന്നത്, ഈ ഉമ്മത്തിന് പ്രതീക്ഷ നൽകുകയാണ് ചെയ്തത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വതക്ക ചെയ്യാനുള്ള അവസരം വരികയാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി നല്ല സഹായം ചെയ്യണേ, അല്ലാഹു ഖബൂലാക്കട്ടെ. നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് 55 മിനിറ്റായി. 1 മണിക്കൂറിന് 5 മിനിറ്റേ ഉള്ളൂ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? പ്രയാസമില്ലാത്തവര് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹബീബായ നബി തങ്ങളുടെ ഒരു പ്രൊജക്റ്റിലേക്ക് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ മസ്ജിദുൽ ഖുബാഇന്റെ ഖുബാ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു ഈ 2 ഇഷ്ടിക വീതം തന്റെ കയ്യിൽ ചുമന്നു കൊണ്ടുവരുമ്പോൾ ആ മുഖത്ത് വിയർപ്പുണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് വിയർപ്പുണ്ട്, വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ മഹാനായ അമ്മാർ തങ്ങളുടെ നെറ്റിയിലൂടെ വിയർപ്പിന്റെ കണങ്ങൾ ഒലിച്ചിറങ്ങുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വിയർപ്പ് തുള്ളികൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, വൈഹ് അമ്മാർ, അമ്മാറേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടാവട്ടെ. തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ, പിഴച്ച ഒരു വിഭാഗം, അതിക്രമം ചെയ്യുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഇജ്തിഹാദ് നടത്തിയതിൽ പിഴവ് സംഭവിച്ച ഒരു വിഭാഗം, മഹാനായ അമ്മാറേ നിങ്ങളെ വധിക്കുകയാണുണ്ടാവുക. അമ്മാറുൻ യദ്ഉഹും ഇലല്ലാഹ് വയദ്ഉനഹു ഇലന്നാർ. അമ്മാർ ഇബ്നു യാസിർ എന്നവരെ അവരെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കുകയും അമ്മാർ എന്നവരെ നരകത്തിലേക്ക് വിളിക്കുകയുമാണ് ഉണ്ടാവുക.
മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ എന്നവർക്ക് സംഭവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ തിരുനെറ്റിയിൽ നിന്ന്, ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ തുടച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. അമ്മാറേ വൈഹു അമ്മാർ, എന്റെ അമ്മാറിന് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. എന്റെ അമ്മാറിനെ ഒരു വിഭാഗം ആളുകളാണ് വധിക്കുന്നത്, മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾക്കിടയിലുണ്ടായ ഒരു തർക്കത്തിലാണ്, ഒരു യുദ്ധത്തിലാണ് അമ്മാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മുആവിയ തങ്ങളും അലി റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായ തർക്കത്തിൽ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തായിരുന്നല്ലോ. മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ ഹബീബായ നബി തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞത്. മുത്തുനബി തങ്ങളെ റസൂലുള്ളാഹി തങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു വിഷമം സ്വഹാബികൾക്കുണ്ടായൊരു നേരമുണ്ടായിരുന്നു. ഹുനൈൻ കഴിഞ്ഞപ്പോ, ഹുനൈൻ യുദ്ധം ഒരുപാട് സമ്പത്ത് കിട്ടിയ യുദ്ധമായിരുന്നു. ആ ഹുനൈനിൽ നിന്ന് കിട്ടിയ സമ്പത്തിന്റെ ബഹുഭൂരിഭാഗം റസൂലുള്ളാഹി തങ്ങൾ ഇന്നലെ വരെ അവിശ്വാസപക്ഷത്തുണ്ടാവുകയും എന്നാൽ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ആളുകൾക്ക് 100ഉം 200ഉം 1000ഉം ഒക്കെ കൊടുത്തപ്പോ ഹബീബായ തങ്ങളുടെ കൂടെ വർഷങ്ങളായി ഹബീബിന്റെ കൂടെ ത്യാഗം സഹിച്ചിരുന്ന അൻസ്വാരികൾക്ക് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോ അൻസ്വാരികളുടെ മനസ്സിൽ ഈമാനുണ്ടല്ലോ, ആ ഈമാന് കൊണ്ട് അവർ ഉറച്ചു നിൽക്കുമല്ലോ. എന്നാൽ ഇസ്ലാമിലേക്ക് ഇപ്പോൾ കടന്നു വന്ന ആളുകൾ അവർക്കൊന്ന് കാലുറക്കാൻ വേണ്ടി നബി തങ്ങൾ സമ്പത്ത് വീതിച്ചു കൊടുക്കുകയും ചെയ്തപ്പോ അൻസ്വാരികൾക്ക് അതിനെ സംബന്ധിച്ച് വേദനയുണ്ടായിട്ടുണ്ടല്ലോ. ആ നേരം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബിമാരെ, അൻസ്വാരികളെ പ്രശംസിക്കുകയാണുണ്ടായത്, അഭിനന്ദിക്കുകയാണല്ലോ ഉണ്ടായത്. അവർ നബിതങ്ങളോട് ഒരു വിഷമം കാണിച്ചപ്പോ, നബിതങ്ങൾ സ്വന്തം നാട്ടുകാരെ കണ്ടപ്പോ, മക്കക്കാരെ കണ്ടപ്പോ, മദീനക്കാരായ അൻസ്വാരികളെ, ഹബീബിന്റെ കൂടെ നിന്ന് ഞങ്ങളെ മുത്തനബിതങ്ങൾ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കൊടുത്ത മറുപടി എത്ര ശ്രദ്ധേയമാണ്. അമാ തറുദൂന അൻ യദ്ഹബന്നാസ് بالدنيا وتذهبون برسول الله صلى الله عليه وسلم إلى رحالكم. ജനങ്ങളെ ഞാൻ ആളുകൾക്ക് വീതിച്ചു കൊടുത്ത ആടിന്റെയും ഒട്ടകത്തിന്റെയും കയറ് പിടിച്ചുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോ അൻസ്വാരികളെ, നിങ്ങൾ പോകുന്നത് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ടല്ലയോ? ഖാലൂ ബലാ, മദി നബിയേ, മദി, ഞങ്ങൾക്ക് റസൂലുള്ളാഹിയുണ്ട്. لو سلك الناس واديا أو شعبا وسلك الأنصار شعبا لسلكت شعب الأنصار. ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങാൻ ഒരു താഴ്വാരം തിരഞ്ഞെടുക്കുകയും എൻ്റെ അൻസ്വാരികൾ വേറെ ഒരു താഴ്വരയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഞാൻ അൻസ്വാരികളുടെ കൂടെയാണുണ്ടാവുക. അല്ലാഹുമ്മ അർഹമിൽ അൻസ്വാർ വഅബ്നാഅൽ അൻസ്വാർ വഅബ്നാഇൽ അൻസ്വാർ. അല്ലാഹുവേ, അൻസ്വാരികൾക്ക് കരുണ ചെയ്യണേ, അൻസ്വാരികളുടെ മക്കൾക്ക് കരുണ ചെയ്യണേ, അവരുടെ മക്കളുടെ മക്കൾക്കും കരുണ ചെയ്യണേ എന്ന് അൻസ്വാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തില്ലേ ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതാണ് ഹബീബായ നബി തങ്ങൾ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച രീതി. രീതി ഇതാണ്. പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകം മനുഷ്യർക്ക് സ്വപ്നം കാണുക സാധ്യമല്ല. എന്തെല്ലാം ഐശ്വര്യമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും പ്രതിസന്ധികളില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ ഖദാഉം അല്ലാഹുവിന്റെ ഖദറും വിശ്വസിക്കുന്നവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا. ഏതൊരു ശരീരവും എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേ മരിക്കൂ. അതിനു മുമ്പ് ഒരാൾക്കും അവരെ നശിപ്പിക്കാനോ വധിക്കാനോ കഴിയുകയില്ല. അല്ലാഹു നിശ്ചയിച്ചു വെച്ച സമയത്തെ ഒരു നഫ്സിന് മരണം ആസന്നമാകൂ. ഇത് വിശ്വസിക്കുന്നവരല്ലേ മുഅ്മിനീങ്ങൾ?
വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ, അല്ലാഹു നിശ്ചയിക്കുന്ന സമയത്തല്ലാതെ ആർക്കുമേ ഒരാളുടെയും ജീവൻ എടുക്കുക സാധ്യമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസിർ കുടുംബത്തിന്റെ മനോധൈര്യം വർദ്ധിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. യാസിർ റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അവരുടെ മോനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ. തന്റെ ഉമ്മയും ഉപ്പയും ഈ ദീനിന്റെ ആദ്യകാലങ്ങളിൽ ജീവൻ ദീനിന് വേണ്ടി ബലിയർപ്പിച്ച മഹാന്മാരായ സ്വഹാബിമാരാണ്, ഹബീബിന്റെ ശുഹദാക്കളാണ് യാസിർ റളിയല്ലാഹു അൻഹും അവരുടെ ഭാര്യയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയും. രണ്ടുപേരെയും മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ ചുവന്ന് ചൂട് പിടിച്ചു നിൽക്കുന്ന മക്കയിലെ മക്കയിലെ ചരൽക്കല്ലുകളുള്ള പ്രദേശത്ത് നമ്മൾ ആലോചിച്ച് നോക്കും. മക്ക തന്നെ പാറയാണ്. ആ പാറകൾക്ക് വെയിലിന്റെ ചൂടേറ്റാൽ ഇന്നത്തെ ചൂടെത്രയാണ്. ഹറമിലോ മറ്റോ പോയി ചെരുപ്പ് നഷ്ടപ്പെട്ട് റോഡിലൂടെ റൂമിലേക്ക് നടന്നു വരുമ്പോൾ അറിയും എന്താണ് മക്കയുടെ ചൂടെന്ന്. നമ്മൾ ആലോചിച്ചു നോക്കൂ. ആ കല്ലുകളിലാണ് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അമ്മാർ തങ്ങളുടെ ഉപ്പയെ യാസിർ എന്നവരെ, അവരുടെ ഉമ്മയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ, ഇവരെ എല്ലാവരെയും ക്രൂരമായി അന്ന് മുശ്രിക്കുകൾ വളരെ ക്രൂരമായി പീഡിപ്പിച്ചത്. ആ പീഡനങ്ങൾ നടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്വബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. ആ സംഭവം നടക്കുമ്പോൾ നബി തങ്ങൾ അവിടെ അരികത്തില്ല. പ്രവാചകരുടെ മറുപടി വരുന്നു, സ്വബ്റൻ ആല യാസിർ. യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണേ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. ഫഇന്ന മൗഇദകുമുൽ ജന്ന. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റിയില്ല, ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് സ്വർഗത്തിൽ വെച്ചായിരിക്കുമെന്ന് യാസിർ റളിയല്ലാഹു അൻഹുവിനോട് ക്ഷമിക്കാൻ പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ലൗലാ അൻ നശഖ അലാ ഉമ്മതി മാ ഖഅത്തു ഖൽഫ സരിയ വലവദിതു അന്നി ഉഖ്തലു ഫീ സബീലില്ലാഹി ثم അഹ്യാ ثم ഉഖ്തൽ ثم അഹ്യാ ثم ഉഖ്തൽ. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഈ ഉമ്മത്തിന് പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടുമ്പോ എല്ലാ സൈന്യത്തിന്റെയും പിറകിൽ, എല്ലാ സൈന്യത്തിന്റെയും കൂടെ എനിക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാനത് ആഗ്രഹിക്കുകയാണ്. പക്ഷേ എന്റെ ഉമ്മത്തിൽ പോരാൻ കഴിയാത്ത ആളുകൾ, പ്രയാസമുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധീരമായി മുന്നേറിയ ശുജാആൻ റസൂലുള്ളാഹി തങ്ങൾ. ശുജാആൻ നബി തങ്ങളോളം ധൈര്യമുള്ള ആരാണുണ്ടായത്? അന്ന് മദീനയിൽ ഘോരമായ ഒരു ശബ്ദമുണ്ടായപ്പോ ഉറങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റിരുന്നു. എന്താണ് ശബ്ദമെന്നറിയില്ല. എന്താണ് ഘോരമായ ശബ്ദം? ജന്ന, സ്വർഗത്തിൽ ഇത് സ്വർഗങ്ങളാണ്. സ്വർഗങ്ങളാണ്. നിങ്ങളുടെ മോൻ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതങ്ങളിലാണ് നിൽക്കുന്നതെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യം പകരുന്നു, ഉറച്ചു നിൽക്കാൻ, കാലുറച്ചു നിൽക്കാൻ. ഹുനൈനിൽ 12,000-ഓളം വരുന്ന ഹബീബിന്റെ അനുയായികളിൽ 90% ആളുകൾ പിന്തിരിഞ്ഞോടിയ നേരമായിരുന്നത്. ഹവാസിൻ ഗോത്രക്കാർ മലമുകളിൽ നിന്ന് അമ്പെയ്ത് സ്വഹാബിമാരെ തുരത്തിയോടിച്ചപ്പോ ഓടാതെ പിടിച്ചു നിന്നു റസൂലുള്ളാഹി തങ്ങൾ. അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞ ചില വാക്യങ്ങളുണ്ട്. അനൻ നബിയു ലാ കദിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്, അനൻ നബിയു ലാ കദിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, അബ്ബാസേ, നബി തങ്ങളുടെ ഇളാപ്പയാണ്. അബ്ബാസ് തങ്ങളോട് പറയുന്നു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസേ നിങ്ങൾ നല്ല ശബ്ദമുള്ള ആളല്ലേ, ഒന്ന് ഉറക്കെ പറയൂ, എന്റെ അനുയായികളോട് ഓടരുത് എന്ന് പറയൂ, അവരോട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയണം. ഒന്ന് പറയണേ, അനൻ നബിയു ലാ കദിബ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ഇത് നുണയല്ല. അനൻ നബിയു ലാ കദിബ്, സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ പ്രവാചകത്വം നൽകപ്പെട്ട പ്രവാചകൻ തന്നെയാണ്. എനിക്ക് മുമ്പ് മൂസാ പ്രവാചകർ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം,
ഈസാ നബി അലൈഹിസ്സലാം, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ കടന്നു വന്ന ആ പ്രവാചക ശൃംഖലയിലെ അന്തിമ കണ്ണിയാണ് ഞാൻ. അനൻ നബിയ്യു ലാ കദിബ്. അതുകൊണ്ട് വിശ്വാസമുള്ള ആളുകൾ അറിയട്ടെ, ഞാൻ നബിയാണ്, തന്നെയാണ്, സത്യമാണ്, സത്യമാണ്. അതല്ല എന്റെ കുടുംബ മഹിമയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അറിഞ്ഞോളൂ. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സധൈര്യം മുന്നേറുകയാണ് ഉണ്ടായത്. നബി തങ്ങൾ പിന്തിരിഞ്ഞോടിയ സംഭവമേ ഉണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ അതുകൊണ്ട് തന്നെ ആത്മധൈര്യത്തോടെ ജീവിക്കേണ്ടവരാണ്, ആത്മനിയന്ത്രണം പാലിക്കേണ്ടവരാണ്. നമ്മളാരും നിരാശയുടെ വാക്കുകളോ പറയേണ്ടവരല്ല. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് പ്രവാചകർ തങ്ങളെ തലയെടുക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന നബി തങ്ങളുടെ പിന്നാലെ കൂടുകയും ഹബീബായ നബി തങ്ങളെ വധിക്കാൻ വേണ്ടി 3 ശ്രമം നടത്തുകയും ആ 3 ശ്രമത്തിലും മുത്തുനബി തങ്ങളെ വധിക്കാൻ കഴിയാതെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയി. സുറാഖ അടക്കം വിഴുങ്ങപ്പെടുമോ എന്ന് പേടിച്ച നേരം ഹബീബായ നബി തങ്ങൾ സുറാഖയെ രക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്, കൈഫ ബിക സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വ ഖൈസർ. സുറാഖ, കിസ്റയുടെയും കൈസറിന്റെയും സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ നൽകപ്പെടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും നോക്കണം. മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, നബിയേ, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ ആഭരണമോ? പേർഷ്യൻ രാജാവാണത്. പേർഷ്യൻ രാജാവിന്റെ അധിനിവേശം അവസാനിക്കുകയും അവരുടെ കൊള്ളരുതായ്മ കാരണം, അവരുടെ അതിക്രമങ്ങൾ കാരണം അവരിൽ നിന്ന് അധികാരം സർവശക്തനായ അള്ളാഹു പിടിച്ചെടുക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന് അതെല്ലാം ഗനീമത്തായി മാറുമ്പോൾ സുറാഖ ആ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ ചാർത്തപ്പെടുമെന്ന് പറഞ്ഞപ്പോ സുറാഖ അത്ഭുതപ്പെട്ട് ചോദിക്കാൻ കാരണമുണ്ടവിടെ. കാരണം മക്കയിൽ ജീവിക്കാൻ കഴിയാതെ മദീനത്തേക്ക് ഓടുന്ന നബിതങ്ങളാണ് കിസ്റയും കൈസറും തകർന്നടിയുമെന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ പറയുന്നത്? ഏറ്റവും വലിയ പ്രതിസന്ധി നടക്കുമ്പോ. ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഈ ഉമ്മത്തിന് വലിയ 2 വിജയം വരാനുണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ? ഖന്തഖ് യുദ്ധം നടക്കുമ്പോ മുത്തുനബി തങ്ങളുടെ സ്വഹാബിമാർ ഒരു പാറ അടിച്ചു പൊട്ടിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ വിളിക്കുകയും നബി തങ്ങൾ ഓടി വരികയും ഹാമറെടുത്ത് ആ പാറയിൽ 3 അടിയാണ് അടിച്ചത്. വളരെ മെല്ലെ. ആ അടി കാരണം മുഅ്ജിസത്താണ് സംഭവിച്ചത്. പാറ പൊടിപൊടിയായി പോയി. 3 മിന്നൽ പിണർവർ കണ്ടിട്ടുണ്ട്, 3 ഇടിമിന്നൽ പോലെ. ആ മിന്നലുകൾ എന്തായിരുന്നു നബിയേ? തങ്ങൾ പറഞ്ഞു, സുഹാബ, ഒന്നാമത്തെ മിന്നലിൽ ബുസ്റായുടെ ഷാമിന്റെ കോട്ടക്കൊത്തളങ്ങൾ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. രണ്ടാമത്തതിൽ പേർഷ്യയുടെ, മൂന്നാമത്തതിൽ യമനിന്റെ. ഈ 3 അധികാര കേന്ദ്രങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് കടന്നു വരുമെന്ന് സ്വഹാബികൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകിയത് ഖന്തഖ് യുദ്ധം നടക്കുമ്പോഴാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ് ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. താർത്താരികൾ തിമർത്താടിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മില്യൺ കണക്കിന് വിശ്വാസികളെ അറബ് രാജ്യങ്ങളിലും അല്ലാത്തിടത്തും കൊന്നൊടുക്കി അവരുടെ ജൈത്രയാത്ര തുടരുമ്പോൾ അവർക്ക് കടന്നു വരാൻ കഴിയാത്ത 3 പ്രദേശങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ഈജിപ്റ്റ്, മറ്റൊന്ന് ഹിജാസ്, മൂന്നാമത്തേത് യമൻ. ഈ 3 സ്ഥലത്തേക്കും അവർക്ക് കടക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാ രാജ്യങ്ങളിലും എല്ലായിടങ്ങളിലും അറുകുല ചെയ്ത് മില്യൺ കണക്കിന് ആളുകളെ ചെങ്കീസ് ഖാന്റെ പടയോട്ടം നടന്നപ്പോ ആ കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തിന്റെ വിജയത്തിന് മഹാനായ അല്ലാഹുവിന്റെ ദീനിന്റെ കർമ്മധീരനായിരുന്ന ഭരണാധികാരി അന്നത്തെ രാജാവ് അൽ മുളഫർ റഹിമഹുല്ലാ. ആ മുളഫർ രാജാവാണ് താർത്താരികൾക്കെതിരെ പടയുദ്ധം നയിച്ചത്. താർത്താരികൾക്കെതിരെ അവരുടെ ആസ്ഥാനത്ത് ഷാമിൽ ചെന്നുകൊണ്ട് പടയുദ്ധം നയിച്ചത് മഹാനായ മുളഫർ രാജാവായിരുന്നു. അദ്ദേഹത്തിന് കഴിവ് ധാരാളം ആയുധമുണ്ടായതിന്റെ പേരിലല്ല. താർത്താരികൾ മനുഷ്യക്കുരുതി ചെയ്തപ്പോ, താർത്താരികൾ
കരുണാലേശമന്യേ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയപ്പോ അസമത്വം ഇല്ലായ്മ ചെയ്യാനും മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാനും രാജ്യത്ത് സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും ഇതെന്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതി മഹാനായ മുദഫർ രാജാവിന്റെ ഇടപെടൽ ഈ ഉമ്മത്തിന് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം മഅറഖത്തു ഹിത്വീൻ റമളാനിലാണ് നടക്കുന്നത്. വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സായുടെ മോചനം നടക്കുമ്പോ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ മുന്നേറ്റം കൊണ്ട് വിജയമുണ്ടായത് വിശുദ്ധമായ റമളാനിലായിരുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ വിജയത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളുടെ മാനങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അല്ലാഹു തആല ലോക മനുഷ്യർക്ക് ലോക രാജ്യങ്ങളിൽ അല്ലാഹു തആല സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളോട് അല്ലാഹു ചെയ്യാൻ പറഞ്ഞ വിഷയം നിങ്ങൾ എന്നോട് വിധേയത്വം കാണിക്കുന്നുണ്ടോ എന്നതാണ്. സൃഷ്ടാവിനോട്, ഈ ജീവൻ നൽകിയ പടച്ചതമ്പുരാനോട്, നടക്കാൻ 2 കാല് തന്നവനോട്, ചിന്തിക്കാൻ തലയും ബ്രെയിനും തന്നവനോട് നമ്മൾ കരുണ കാണിക്കുന്നുണ്ടോ? സർവേശ്വരനായ സർവശക്തനോട് നമ്മൾ കരുണ കാണിക്കുന്നുണ്ടോ? നമ്മൾ ആ കാരുണ്യവാന്റെ മുമ്പിൽ ഒന്നായി ഒരുമിച്ച് നിന്ന് പഞ്ചപുച്ഛമടക്കി പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിനയാന്വിതരായി മാറുന്നുവെങ്കിൽ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ തന്നെയാണ് വിജയത്തിന്റെ മഹാകവാടം തുറക്കപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كان يظن أن لن ينصره الله في الدنيا والآخرة من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. സർവേശ്വരനായ അല്ലാഹുവിന്റെ സഹായം വരികയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മഹുതിയല്ലയോ നല്ലത് എന്നാണ് ആയത്തിന്റെ സാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ലതാണ് വിചാരിക്കേണ്ടത്. എത്രയാണ് നമ്മളോട് പഠിപ്പിച്ചത്? പാപമോചനം അവൻ തരുമെന്ന് വിചാരിക്കണം, അസുഖങ്ങൾക്ക് ശിഫ അല്ലാഹു തരുമെന്ന് വിചാരിക്കണം, പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം സർവേശ്വരനായ അല്ലാഹു നൽകും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കണ്ടയോ? ഇത് റമളാനല്ലേ, റമളാനിന്റെ വിശുദ്ധ പകലല്ലേ ഇത്? പടച്ച തമ്പുരാന്റെ കാരുണ്യം ലഭിക്കുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതവൻ തരിക തന്നെ ചെയ്യും. നമ്മൾ നിരാശയാവുകയാണെങ്കിൽ നിരാശയെ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുകയുമില്ല. وَتِلْكَ حُجَّتُنَا آتَيْنَاهَا إِبْرَاهِيمَ عَلَى قَوْمِهِ نَرْفَعُ دَرَجَاتٍ مَّن نَّشَاءُ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പ്രവാചകൻ എടുത്തെറിയപ്പെടുമ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പ്രാർത്ഥന വരുന്നുണ്ടോ? ഹസ്ബി അല്ലാഹ്, സർവേശ്വരനായ തമ്പുരാനെ നീ മാത്രം മതിയല്ലോ ഞങ്ങൾക്ക്. നിന്റെ സഹായം, നിന്റെ സുരക്ഷ, നീ നൽകുന്ന കാരുണ്യം, അതിനപ്പുറത്തേക്ക് ആർക്കുമേ ഒന്നുമേ കഴിയില്ലല്ലോ. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലത് നീ തന്നെയല്ലോ റബ്ബേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മരുഭൂമിയിൽ ഒറ്റക്കായി പോയ നേരത്തെ ബനുൽ മുസ്തലിഖ് യുദ്ധം നടക്കുമ്പോ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ശത്രുക്കൾ അപരാധം പറഞ്ഞു പരത്തിയ സംഭവം നടക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും ഒട്ടകങ്ങൾ യാത്രയാവുകയും നഷ്ടപ്പെട്ടു പോയ മാല തെരഞ്ഞു നോക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുകയും ചെയ്ത് മരുഭൂമിയിലെ ഒരു കൊച്ചു പാറക്ക് മുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയായ ഹബീബിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഒറ്റക്കായി നിന്നപ്പോൾ അതാ വരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തിൽ അസ്സുലമി ثم الذكواني റളിയല്ലാഹു അൻഹു. മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവർ കടന്നു വരുമ്പോൾ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒട്ടകം താഴ്ത്തി കൊടുക്കുകയാണ്.
നടക്കുകയും ഒരു അന്യ പുരുഷനാണ് സഫ്വാൻ എന്നവർ ഒട്ടകത്തിന് താഴെ ഇറങ്ങി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒറ്റക്ക് ഒട്ടകത്തിന്റെ മീതെ ഇരുത്താൻ വേണ്ടി മഹാനവറുകൾ താഴെ ഇറങ്ങുകയും ഒട്ടകം താഴ്ത്തിക്കൊടുക്കുകയും ചെയ്ത് ആ മരുഭൂമിയിലൂടെ ഒറ്റക്ക് യാത്ര ചെയ്യേണ്ടി വന്ന ആ ഒരു ദുരവസ്ഥയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്, ബീവി നിങ്ങൾ എന്താണ് അന്നേരം അല്ലാഹുവിനോട് ചോദിച്ചത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു മിസ്തഹ റളിയല്ലാഹു അൻഹയോട് പറയുമായിരുന്നു, ഉമ്മു മിസ്തഹേ, ഞാനെന്ന് പറഞ്ഞത് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ആ വചനമല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ അഹ്സാബ് യുദ്ധം നടക്കുമ്പോ മുത്തുനബി തങ്ങൾ ശത്രുക്കളെ കണ്ടപ്പോ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറ്റി അപരാധം പറഞ്ഞു പരത്തുണ്ടാക്കി എന്ന ആ ഒരു വിഷമകരമായ സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ മഹദി റളിയല്ലാഹു അൻഹ നിരപരാധയാണ് എന്ന വിവരം ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ആയാതുൻ തുത്ലാ ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ സത്യവിശ്വാസികൾ ഓതുന്ന ഖുർആനിന്റെ ഭാഗമായ 11 ആയത്തുകളായി അവതരിക്കുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും വിചാരിച്ചില്ല. ആ മഹദിയുടെ നിരപരാധിത്വം ലോകാവസാനം വരെ തെളിയിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങളുടെ നാവുകളിലൂടെ ഉരുവിടുന്ന വിശുദ്ധ വചനങ്ങളായി അല്ലാഹു തആല സൂറത്തുൻ നൂറിലെ ആയത്തിറക്കാൻ മാത്രം ബീവിക്ക് സഹായമുണ്ടായത് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. നബിയുല്ലാഹി യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, നീനവക്കാരനായ പ്രവാചകൻ മഹാനായ യൂനുസ് അലൈഹിസ്സലാം സമുദ്രത്തിന്റെ ഉള്ളിൽ തിരമാലകളുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ ഇരുട്ട്, ഇരുളിന്റെ ഇരുട്ട്, ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യഖദ് യറാഹാ എന്ന് പറയുമാർ ഘനീഭവിച്ച ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ വദന്നൂനി ഇദ് ദഹബ മുഗാദിബ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അല്ലാഹുവിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് അടുക്കുന്നുള്ളൂ. രോഗമുണ്ടാകുന്ന അവസ്ഥയിലല്ലേ നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നുള്ളൂ. പ്രയാസമില്ലാത്ത എത്ര പേർ നിസ്കാരം കഴിഞ്ഞ് ദുആ ഇറക്കാനിരിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത എത്ര പേർ നമ്മുടെ ദിക്റിന്റെ മജ്ലിസുകളിലേക്ക് വന്നിരിക്കുന്നുണ്ട്, സ്വലാത്തിന്റെ മജ്ലിസുകളിൽ ഇരിക്കുന്നുണ്ട്, ജമാഅത്തിന് കൂടെ ഇരിക്കുന്നുണ്ട്, ഇമാമിന്റെ കൂടെ ആമീൻ പറയുന്നുണ്ട്. എത്ര പേര് കാണും? ഇരിക്കുന്നതിൽ ബഹുഭൂരിഭാഗം ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരല്ലയോ, വേദനയുള്ളവരല്ലേ, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ഒരുപാട് ബാക്കി കിടക്കുന്നവരല്ലേ. അങ്ങനെ ഒരു പ്രതിസന്ധിയോ പ്രയാസമോ നമ്മുടെ മുമ്പിലേക്ക് വന്നില്ല എങ്കിൽ നമ്മളും നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം പോലും ദുർബലമായി പോയേനെ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ, സമുദ്രത്തിന്റെ ഇരുളിന്റെ ഇരുട്ടിൽ മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണുണ്ടായത്. വനാദാ ഫിൽ ളുലുമാത്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇരുളിന്റെ ഉള്ളിൽ വെച്ച് പ്രവാചകൻ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം ഇറാഖിലെ നീനവായിലേക്ക് നിയുക്തനായ പ്രവാചകരാണത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ ആരാധനക്കർഹനായവൻ, ഈ പ്രപഞ്ചത്തെ പടച്ച സൃഷ്ടാവ്, മനുഷ്യന് ജന്മം കൊടുത്തവൻ, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ, രാവും പകലും തന്നവൻ, ഇരുളും വെളിച്ചവും തന്നവൻ, പ്രഭാതവും പ്രദോഷവും തന്നവൻ, കൊച്ചുമക്കളെയും കുടുംബത്തെയും തന്നവൻ, പ്രപഞ്ചത്തിലെ പക്ഷികളെയും സസ്യലതാദികളെയും പടച്ചവൻ, സമുദ്രവും മത്സ്യവും പടച്ചവൻ, അണ്ടകടാഹത്തെയും പ്രപഞ്ചത്തിലെ സർവ്വഗോളങ്ങളെയും താരകങ്ങളെയും പടച്ചവൻ, സർവേശ്വരനായ റബ്ബേ, ഇതൊക്കെ പടച്ച നീ മാത്രമല്ലോ.
ആരാധന അർഹനായവൻ, നീ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായവൻ. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ചവനെ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടല്ലോ, ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, മാപ്പാക്കണേ മാപ്പാക്കണേ എന്ന് പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫനജ്ജൈനാഹു മിനൽ ഗം, മഹാനവറുകളുടെ കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് നാം അവർക്ക് മോചനം കൊടുത്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും വിനയത്തിന്റെയും താഴ്മയുടെയും കരങ്ങൾ, നിങ്ങളുടെ അങ്ങേയറ്റത്തെ താഴ്മയുടെ കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണെങ്കിൽ അല്ലാഹു സത്യവിശ്വാസികളെ മുഴുവൻ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. യാ റസൂലല്ലാഹ് അഹാദാ ലിയൂനുസ ഖാസ്വ, ഈ പ്രാർത്ഥന യൂനുസ് നബിക്ക് മാത്രമാണോ? അല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇങ്ങനെ സത്യവിശ്വാസികളെ മുഴുവൻ നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. വമകറൂ മക്റാ വമകർനാ മക്റാ വഹും ലാ യശ്ഉറൂൻ فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. ഈ വിശുദ്ധ ദീൻ, അല്ലാഹുവിന്റെ ഈ ദീൻ ഊതിക്കടത്തിയാൽ കെടാൻ കഴിയാത്തത്. ഇത് ദിവ്യ വിളക്കാണ്, ഇത് ദിവ്യ വെളിച്ചമാണ്. മനുഷ്യരാശി മുഴുവൻ ഈ മതമെങ്ങാനും സത്യസന്ധമായി പഠിച്ചിരുന്നുവെങ്കിൽ തെറ്റിദ്ധാരണയുടെ വിഷയം അവിടെ ഉദിക്കുന്നില്ല, തീവ്രവാദത്തിന്റെ ചിന്തകൾ അവിടെ ഉദിക്കുന്നില്ല. ആരോ ഈ മതത്തിന്റെ നിരപരാധികളായ വിശ്വാസികൾക്ക് മേൽ കെട്ടിവെച്ചത്, ഗൂഢമായ തന്ത്രങ്ങളാൽ മെനഞ്ഞെടുക്കപ്പെട്ടത്, മീഡിയകൾ മുഴുവനും ഏറ്റുപാടിയത് ഈ മതവിശ്വാസം എന്താണ്? ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ യുദ്ധക്കളത്തിൽ അവരെ നേരിടണം എന്ന് പറഞ്ഞ വിശ്വാസികളോടുള്ള ആഹ്വാനങ്ങൾ മുഴുവനും തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ആയത്തിന്റെ അവതരണത്തിന്റെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ പേരിൽ ഈ ഉമ്മത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അപരാധങ്ങള് ഒന്ന് കണ്ണു തുറന്നു നോക്കുകയായിരുന്നുവെങ്കിൽ ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈ പച്ചകൾ വിളക്കിലേക്ക് അടുത്തോടി വരുന്ന പോലെ മനുഷ്യർ ഓടി വരുമായിരുന്നു. അതുകൊണ്ടാണ് ലോറൻസ് ബ്രൗൺ പറഞ്ഞത്, ഇസ്ലാം ഈസ് ദ ഓൺലി വാൾ in between the European colonization, യൂറോപ്യൻ കോളനൈസേഷന്റെ ഇടയിൽ തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു മതില് ഇസ്ലാമിന്റെ മതിലാണ് എന്ന് ലോറൻസ് ബ്രൗൺ പറഞ്ഞത് ഈ വിശ്വാസത്തിന്റെ ശക്തി പകരുകയാണ്. ഗ്ലാഡ്സ്റ്റോൺ പറഞ്ഞു, as long as the Quran is with Muslims, Europe cannot invade the Middle East. എത്ര വലിയ ഗൗരവമുള്ള വാക്കുകൾ! വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ കൈകളിൽ നിലനിൽക്കുന്ന കാലത്തോളം യൂറോപ്പിന് ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്താൻ സാധ്യമല്ല. നോക്കണം, ഇവിടുത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ബ്രിട്ടീഷുകാരെ, പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് തൂത്തെറിയാൻ വേണ്ടി ഇവിടുത്തെ ഖിലാഫത്തിന്റെ സമരം നടക്കുമ്പോ, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ എത്ര ധീരതയിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ മറ്റു മതവിശ്വാസികളോടൊപ്പം, ഇന്ത്യയിലെ ബഹുജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് പടപൊരുതിയത്. ആ പ്രതിരോധം തീർക്കാൻ മാത്രം രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള മണ്ണിനോടുള്ള കൂറും ഈ ഉമ്മത്ത് കാണിച്ചതുപോലെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അനുഭവങ്ങൾ മറ്റാർക്ക് പറയാനുണ്ട്? അതുകൊണ്ടാണ് ഗ്ലാഡ്സ്റ്റോൺ അവിതർക്കിതമായി പറഞ്ഞത്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഈ ഉമ്മത്തിന്റെ കൈകളിലുള്ള കാലത്തോളം യൂറോപ്പിന് ഇവരെ കീഴടക്കുക സാധ്യമല്ല, യൂറോപ്പിന് ഈ ഉമ്മത്തിനെ കീഴടക്കുക സാധ്യമല്ലെന്ന് മാത്രമല്ല, ഈസ്റ്റേൺ രാജ്യങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ സാധ്യമല്ല. എത്രയോ ആളുകൾ ഇത് സംവദിച്ചുകൊണ്ടിരുന്നു. ഗിബണ പോലെയുള്ള ആളുകൾ ദീർഘവീക്ഷണത്തോടുകൂടെ പറഞ്ഞു, അടുത്തൊരു നൂറ്റാണ്ടിന് വിശ്വാസത്തിന്റെ, കർമ്മത്തിന്റെ, സംസ്കാരത്തിന്റെ നേർവഴി കാണിക്കാൻ ഏതെങ്കിലും ഒരു മതസംഹിതക്ക് കഴിയുമെങ്കിൽ അത് ഇസ്ലാം മാത്രമാണെന്ന് ഗിബണാണ് ലോകത്തോട് പറഞ്ഞ ചരിത്രകാരനായ ഗിബൺ. എത്രയോ ആളുകൾ, ഐസക് റാബിൻ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ
മുസ്ലിം സമുദായം Amazon.com നമ്മളൊക്കെ അറിയുന്നതാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങളും പബ്ലിഷിംഗ് ഒരുപാട് പുസ്തകങ്ങൾ ലോകത്ത് വിതരണം ചെയ്യുന്ന ആമസോണിലേക്ക് വരുന്ന റിക്വസ്റ്റുകളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പുസ്തകങ്ങളിൽ ഒരിടം പ്രാപിച്ചത് വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഓൺലൈൻ ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ, പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ പുകമറ സൃഷ്ടിക്കുമ്പോൾ ഇത് ശരി തന്നെയാണോ? ഈ വിശ്വാസം ഇത്ര മനോഹരമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരിതിൽ പിടിച്ചു നിൽക്കുന്നത്? അതിക്രമമല്ല ഇസ്ലാം, കരുണയാണ്, അത് സമാധാനമാണ്. അസ്സലാമു അലൈക്കും, സമാധാനമുണ്ടാവട്ടെ, സമാധാനം പുലരട്ടെ എന്ന് മനുഷ്യരാശിയോട് ആഹ്വാനം ചെയ്ത മതമാണിത്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്കതല്ലയോ, സമാധാനം പ്രചരിപ്പിക്കണേ, മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണേ, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണമേ, നിങ്ങൾ നിശാ പ്രാർത്ഥനകൾ നടത്തേണമേ. ആ വിശുദ്ധ പ്രവാചകന്റെ വചനങ്ങളെ നെഞ്ചിലേറ്റ് ജീവിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് സഹോദരീ സഹോദരന്മാരെ നമ്മൾ. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഈ റമദാനിന്റെ പകലുകളിൽ നമ്മൾ ഓർക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടുത്തുയർത്തിയ ഒരു കുടുംബ സംവിധാനമുണ്ട്. ആ കുടുംബ സംവിധാനം ലോകത്തെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ വിവാഹ ബന്ധങ്ങളിലൂടെ ഉറച്ച കുടുംബ സംവിധാനങ്ങളെ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോസ്റ്റാഫ് ലോബോൺ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകൻ ആഹ്വാനം ചെയ്ത വിവാഹ ജീവിതമാണ് ഇന്ന് ലോകത്തിന് അനിവാര്യമായത്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ശിഥിലമായ ചിന്തകളാൽ അടിസ്ഥാനപരമായും ഒരു കുടുംബ ബന്ധമില്ലാതെ, ആത്മബന്ധമില്ലാതെ മനുഷ്യ ശരീരത്തിന്റെ അടിമകളായി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, ചെറുപ്പക്കാരെ, വിവാഹം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളും വിവാഹിതരാകണേ. ഇവിടെ വ്യഭിചാരം നടമാടരുത്, ഇവിടെ സഹോദരിമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവരുത്, മനുഷ്യന്റെ കണ്ണും കാതും ചിന്തയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ അധ്യാപനം എത്ര പ്രസക്തമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജോസ്റ്റാഫ് ലോബോൺ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പന്നിമാംസം നമുക്ക് കഴിക്കൽ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പന്നിമാംസത്തിൽ 17% മനുഷ്യന്റെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഫാറ്റ് ഉണ്ടെന്നും ദഹന പ്രക്രിയയെ തകരാറിലാക്കുന്ന മാംസമാണതെന്നും മനുഷ്യ ശരീരത്തിന് ആരോഗ്യമല്ല അനാരോഗ്യമാണിത് പ്രദാനം ചെയ്യുന്നതെന്ന് ഇന്ന് സയന്റിഫിക് സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോ നിങ്ങൾക്ക് പന്നിമാംസം ഹറാമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പട്ടിണി കിടക്കുന്ന സമയമാണിത്. റമദാനിന്റെ പകലുകൾ മനുഷ്യന്റെ വയറിനോളം മോശമായ ഒരു ചാക്കും മനുഷ്യന്റെ വയറിനോളം മോശമായ ഒരു ബാഗും ആരും നിറച്ചിട്ടില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞ അധ്യാപനം എത്ര പ്രസക്തമാണത്, എത്ര പ്രസക്തമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതാനും ഉരുള ഭക്ഷണം മനുഷ്യന് മതി, അനാവശ്യമായി ഭക്ഷണം ധൂർത്ത് ചെയ്യരുത്, ഭക്ഷണം നശിപ്പിക്കരുത്, അനാവശ്യമായി ഭക്ഷണം അമിതമായി കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അനിവാര്യമായും ഭക്ഷണം 3 ഉരുളയിലേറെ വേണമെന്ന് തോന്നിയാൽ 1/3 നിങ്ങളുടെ വയറിന്റെ 1/3 ഭക്ഷണവും, വയറിന്റെ 1/3 വെള്ളവും, 1/3 ഓക്സിജന് വേണ്ടി, എയറിന് വേണ്ടി നിങ്ങൾ ഒഴിച്ചിടണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്ന് ജർമ്മനിയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്. Man hasn't filled nothing worse than his own bladder. മനുഷ്യന്റെ വയറിനോളം മോശമായതൊന്നും മനുഷ്യന് നിറക്കാൻ പറ്റുകയില്ല. ആ പ്രവാചകന്റെ അധ്യാപനം തീർച്ചയായും ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ
എന്തെല്ലാം നമ്മളോട് മാ ആതാകുമുർ റസൂലു ഫഖുദൂ, എന്തൊന്ന് നമ്മളോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞോ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നമ്മളോട് എന്തൊന്ന് പാടില്ലെന്ന് പറഞ്ഞോ അത് നമുക്ക് പ്രയാസമുണ്ടായതിന് വേണ്ടി മാത്രം എന്നല്ലാതെ മനുഷ്യരാശിക്ക് നന്മയല്ലാതെ മറ്റെന്താണ് അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്തിന് കൈമാറിയിട്ടുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അടിയുറച്ച് ജീവിക്കുകയും വിശ്വാസം പടച്ച തമ്പുരാനിൽ അർപ്പിക്കുകയും നമ്മൾ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയും ആരും ആരോടും നിരാശാജനകമായ വാക്കുകൾ പറയാതിരിക്കുകയും ചെയ്യുക. ബിസ്മില്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅതി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഈ ദീനിന്റെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. لا حول ولا قوة إلا بالله العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم. الصلاة القائمات سيدنا محمد الوسيلة والفضيلة والدرجة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ളുഹർ വാങ്ക വിളിച്ചു. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ നമ്മുടെ പരിപാടി നമ്മൾ റാപ്പപ്പ് ചെയ്യാണ്. മുത്തനബി ഞങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ മനോഹരമാണ്. 100 വർഷം കഴിയുമ്പോൾ ഓരോ 100 ആണ്ടിലും ഈ ഉമ്മത്തിന് ഉണർവ് നൽകാൻ മുജദ്ദിദുകളെ അള്ളാഹു ഇറക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഫാൻ ഉണ്ടോ? കുറവാണല്ലേ? നാളെ കുറച്ച് ഫാൻ എന്തായാലും അടിയന്തരമായിട്ട് സദസ്സിലേക്ക് വേണ്ടി വരും. നല്ല ചൂടുണ്ട് അല്ലേ? ഇരിക്കുന്നവർക്ക് ഇനി സഹോദരിമാരൊക്കെ പുറത്തിട്ടിരിക്കുകയാണ്, എന്തായിരിക്കും ചൂടിൻ്റെ അവസ്ഥ എന്നറിയില്ല. അടിയന്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നാളത്തേക്ക് മഴ പെയ്യാണെങ്കിൽ സൗകര്യമായിരുന്നു. പക്ഷേ ഈ ചൂടിലെ ഇത്ര നേരം നമ്മൾ ഇരിക്കുമ്പോഴേ വലിയ ഹ്യൂമിഡിറ്റിയും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതാരെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സംഭാവന ചെയ്തേക്ക്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു ഫണ്ട് കാണുന്ന വേണം നിർബന്ധമായിട്ട്. ഇൻഷാ അല്ലാഹ് അല്ലേ? ഇൻഷാ അല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സമയം നാളെ ഇൻഷാ അല്ലാഹ് വളരെ നേരത്തെ തന്നെ പരിപാടി തുടങ്ങുന്നുണ്ട്. മഹാനായ ഹുദവി ഉസ്താദ് പറഞ്ഞതനുസരിച്ച് 10 മണിക്ക് തന്നെ പ്രഭാഷണം തുടങ്ങിയാൽ 12:30 ആകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബി തങ്ങളുടെ ഹദീസ്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ 100 വർഷം കഴിയുമ്പോഴും ഈ ഉമ്മത്തിന്റെ ദീനിൻ അവർക്ക് പുനരുദ്ധാരണം നൽകാൻ മുജദ്ദിദുകളെ അള്ളാഹു പറഞ്ഞയക്കുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കാലഘട്ടത്തിന്റെയും മുജദ്ദിദുകൾ ആ പ്രദേശത്തുകാർക്ക്, ലോകത്തൊന്നാകെ ഒരു മുജദ്ദിദ് എന്നല്ല, ഓരോ പ്രദേശങ്ങൾക്കും ഓരോ മുജദ്ദിദ്. മഹാന്മാർ ഫിഖ്ഹിൽ മുജദ്ദിദീങ്ങൾ വരാറുണ്ട്, തഫ്സീറിൽ മുജദ്ദിദീങ്ങൾ വരാറുണ്ട്, തസൗഫിന്റെ ആലിമീങ്ങളിൽ മുജദ്ദിദീങ്ങൾ വരാറുണ്ട്, ഈ ഉമ്മത്തിന് വേണ്ടിയുള്ള ധർമ്മ സമരത്തിൽ മുജദ്ദിദുകൾ വരാറുണ്ട്.
മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് നവ്വറല്ലാഹു മർഖദ മഹാനായ സൈനുൽ ഉലമ പറയാറുണ്ടായിരുന്നത് മുജദ്ദിദു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന മുജദ്ദിദ് എന്നാണ്. അല്ലാഹു അവരെയും നമ്മയും സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഓരോ 100 ആണ്ടിലും പ്രതിഭാധനരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ ഓരോ 100 ആണ്ടിലും വരുമെന്ന് പറഞ്ഞ ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസൻ യസ്തഅമിലുഹും ഫീ ത്വാഅതിഹി. ഈ ഉമ്മത്തിന് വേണ്ടി ചില പ്രവർത്തകന്മാർ, ഈ പരിപാടിക്ക് വോളണ്ടിയേഴ്സ് ഉള്ള പോലെ ഈ ഉമ്മത്തിന് വേണ്ടി ചില പ്രവർത്തകന്മാരെ അല്ലാഹു എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടത്രേ. ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസൻ യസ്തഅമിലുഹും ഫീ ത്വാഅതിഹി. അല്ലാഹുവിന്റെ വഴിയിൽ കർമ്മനിരതരായി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കർമ്മ വഴിയിൽ ഇറങ്ങാൻ, കർമ്മവീതിയിൽ ഇറങ്ങാൻ സുസജ്ജരായ ആളുകളെ, ഒരു കൂട്ടം ആളുകളെ അല്ലാഹു തയ്യാറ് ചെയ്യാൻ. നമ്മുടെ മദ്രസകള്, നമ്മുടെ മസ്ജിദ്, നമ്മുടെ ദീനീ സ്ഥാപനങ്ങള്, ഇതൊക്കെ നോക്കി നടത്താൻ ശമ്പളം പറ്റാതെ അധ്വാനിക്കുന്ന എത്ര മഹല്ല് ഭാരവാഹികൾ. ഇവർക്ക് തോന്നുകയാണ് എന്തിനാ ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്, അവസാനം എന്തായാലും ഒരു കള്ളനായിട്ടായിരിക്കും പുറത്തിറങ്ങുക. നാട്ടിന്റെ അവസ്ഥ അങ്ങനെയാണ്. എത്രയെല്ലാം സേവനങ്ങൾ നാടിന് ചെയ്തു കൊടുത്താലും ഒരു കമ്മിറ്റി പുറത്തിറങ്ങുമ്പോ അവസാനം കള്ളനാന്ന് പറഞ്ഞിട്ടാ ആ സാധുക്കൾ അങ്ങനെ ഇടങ്ങേറായിട്ട് മനം നൊന്നിട്ടാറ്. അത് മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. പള്ളിക്ക് നിസ്കരിക്കാനും പോലും വരാത്തവരായിരിക്കും അന്ന് ജനറൽ ബോഡിക്ക് വരിക. എന്നിട്ട് പറയാം 100 രൂപയ്ക്ക് ബില്ലില്ലല്ലോ. ഇവിടെ ലക്ഷങ്ങൾ കൊടുത്ത മനുഷ്യനോടായി ചോദിക്കുക, ആ 100 രൂപയ്ക്ക് ബില്ലില്ലല്ലോ, അപ്പൊ പിന്നെ കള്ളനാണ്. ഇങ്ങനെ അപമാനം സഹിച്ചിട്ടാണ് പലരും സങ്കടത്തോടെയാണ് ഇറങ്ങിപ്പോരാ. എന്നിട്ടും എന്തിനെ ആളുകൾ ഇതിന് നിൽക്കുന്നു? യഗ്രിസുഹും, അല്ലാഹു തയ്യാറ് ചെയ്യുകയാണ്. അവരാരും വന്നില്ലെങ്കിൽ ആരുണ്ടാകും ഈ ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ? ഈ ആക്ഷേപങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. ഈ ആക്ഷേപങ്ങൾക്കിടയിൽ അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് വേണം. അത് അല്ലാഹു തെരഞ്ഞെടുക്കുന്ന ചില ആളുകൾക്ക് കഴിയും. അവരെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ആ ഒരു ഗർസ്, ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീൻ ഗർസ, ദീനിന്റെ ആളുകളായി പടച്ച തമ്പുരാൻ നട്ടു വളർത്തുന്ന ചില ആളുകളുണ്ട്. യസ്തഅമിലുഹും ഫീ ത്വാഅതി, യസ്തഅമിലുഹും ഫീ ത്വാഅതി. അവരെ അല്ലാഹുവിന്റെ കർമ്മവീഥിയിൽ നിരതരായി അല്ലാഹു അവരെ പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുന്നവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ളാഹിരീന അലൽ ഹഖ്, നേരായ ഹഖായ മാർഗത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ഖിയാമത്ത് നാൾ വരെ. ലാ യദുറുഹും മൻ ഖദലഹും, ആരെല്ലാം അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അവരാർക്കും തകർക്കാൻ കഴിയാതെ ഒരു വിഭാഗം ആളുകൾ ഹത്താ യഅതിയ അംറുല്ലാഹ്. മഹാനായ ഇമാമുനാ മഹ്ദി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് വേണ്ടി വരുമ്പോൾ ആ ഇമാമിന്റെ കൂടെ ചേരാൻ കഴിയുന്ന വിധമുള്ള ഒരു വിഭാഗം ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എന്നും ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രതീക്ഷ കൈവിടാതിരിക്കട്ടെ. ഇന്നത്തെ ചർച്ച മുഴുവനും അത് തന്നെയാണ്. ഈ ഉമ്മത്ത് ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച ഉമ്മത്തുകളിൽ ഏറ്റവും നല്ല ഉമ്മത്തല്ലേ നമ്മുടെ ഉമ്മത്ത്. ഈ ഉമ്മത്തിന് എത്ര പ്രത്യേകതകളുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ലോക മനുഷ്യർക്ക് മാതൃകയായി അവതരിച്ച സമുദായമല്ലയോ നമ്മൾ? അലൈസത് ഹാദിഹിൽ ഉമ്മ ഉമ്മത്തുൻ മർഹൂമ, നബി തങ്ങൾ പറഞ്ഞ കരുണ ചെയ്യപ്പെട്ട ഉമ്മത്തല്ലേ നമ്മൾ? ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. എൻ്റെ ഉമ്മത്ത് കരുണ ചെയ്യപ്പെട്ട ഉമ്മത്താണ്. ഈ ഉമ്മത്തിനെ 2 തവണ അല്ലാഹു ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ നമ്മൾ? അത് മാത്രമോ, ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല, ഈ ഉമ്മത്തിന്റെ മുഴുവൻ ആളുകൾ ചെയ്യുന്ന ഒരു പണി ഒരിക്കലും ളലാലത്താവില്ല, പിഴച്ചു പോവില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റിയല്ലേ പറഞ്ഞത്? ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല, ഈ ഉമ്മത്തിന്റെ ഉലമാഇന്റെ ഇജ്മാഅ് ഒരിക്കലും തെറ്റായി പോവുകയില്ല. ലോക മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്ന ഒരു ആചാരം ഒരിക്കലും ളലാലത്തായി മാറുകയില്ല. ഈ ഉമ്മത്തിന്റെ പൊതു
പൊതുവായ ഒരു നന്മ ഒരിക്കലും ളലാലത്താവുകയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉമ്മത്തല്ലയോ ഈ ഉമ്മത്ത്? അതുമാത്രമാണോ അല്ലാഹുവിന്റെ ഹബീബ് എൻ്റെ ഉമ്മത്തിന് അല്ലാഹുവേ വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊല്ലരുതേ, ഭൂകമ്പങ്ങൾ ഉണ്ടാക്കി കൊല്ലരുതേ, കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കരുതേ എന്ന് അല്ലാഹുവിനോട് ദുആ ഇരക്കുകയും നബിയേ നിങ്ങൾക്ക് ഞാനത് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയും ചെയ്ത ഉമ്മത്തല്ലേ നമ്മുടെ ഉമ്മത്ത്? പെട്ര കാണുന്നില്ലേ? ജോർഡാനിന്റെ ഭാഗമായ പെട്ര. സൗദിയിൽ നിന്ന് പോയി നോക്കുമ്പോൾ മദായിനു സ്വാലിഹ്, മഹാപർവ്വതങ്ങളെ വീടുകളായി തുരന്നുണ്ടാക്കി ഇന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന പ്രദേശങ്ങളാണത്. അത് അദാബ് നടന്ന സ്ഥലങ്ങളാണ്, ടൂറിസത്തിന്റെ പ്രദേശങ്ങളല്ല അത്. ശരിക്ക് ആ അദാബ് നടന്ന ഇടത്തെ മനുഷ്യരെവിടെ പോയി? അവരെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരാരും ആ വീടുകളിൽ പാർക്കാൻ പോയില്ലല്ലോ. കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരെ അത് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിൽ ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ അല്ലാഹു നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നില്ലയോ? പിന്നെ പറഞ്ഞു ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന പരീക്ഷണം മിൻ ബഅസുഹും ബൈനഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും. ഈ സമുദായം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നത്, പരസ്പരം കളിയാക്കുന്നത്, പരസ്പരം പരിഹസിക്കുന്നത്, പരസ്പരം ഒറ്റുകൊടുക്കുന്നത്, ഇതല്ലാതെ എൻ്റെ ഉമ്മത്തിന് വേറെ ഒരു അപകടവും വരാനില്ല എന്ന് പറഞ്ഞ വിശുദ്ധ ഉമ്മത്തല്ലേ നമ്മൾ? കഴിഞ്ഞോ സമുദായങ്ങളിൽ അവസാനം വന്നവർ, എന്നാൽ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്നവർ അതല്ലേ ഈ ഉമ്മത്ത്? നഹ്നുൽ ആഖിറൂന സാബിഖൂൻ, സമുദായങ്ങളിൽ അവസാനം വന്നവർ, എന്നാൽ നാളെ പരലോകത്തെ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവർ. കഴിഞ്ഞില്ല, എൻ്റെ ഉമ്മത്തികളാണ്. ഇന്നല്ലാഹ ഹറമ അലൽ ജന്ന അൻ തദ്ഖുലഹാ. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഉമ്മത്തുൻ ഖബ്ല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് എന്ന് പറഞ്ഞ ഉമ്മത്തികളല്ലേ ഈ ഉമ്മത്ത്? കഴിഞ്ഞോ? ജുമുഅ ദിവസം എന്ന് പറയുന്ന വെള്ളിയാഴ്ച ദിവസം എന്ന അഫ്ദലുൽ അയ്യാം കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച ഉമ്മത്തല്ലേ നമ്മൾ? റമളാനിലെ നോമ്പ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഉമ്മത്തല്ലേ നമ്മുടെ ഉമ്മത്ത്? അതുമാത്രമോ ഇമാം വലല്ലാലീൻ എന്ന് പറയുകയും ഇമാം ആമീൻ എന്ന് പറയുകയും ചെയ്യുന്ന നേരത്ത് മഅ്മൂമീങ്ങൾ ഒരുമിച്ച് ഇമാമിന്റെ പിന്നിൽ ആമീൻ ചൊല്ലുകയാണെങ്കിൽ അത് മലക്കുകളുടെ ആമീനിന്റെ കൂടെയാണ്. ആ ആമീനിന് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ ഉമ്മത്തല്ലയോ നമ്മുടെ ഉമ്മത്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ എന്ന ആശീർവാദത്തിന്റെ, അഭിനന്ദനത്തിന്റെ അല്ലെങ്കിൽ അഭിസംബോധനത്തിന്റെ രീതി സലാം, സമാധാനമായി അല്ലാഹു നൽകിയ ഉമ്മത്തല്ലയോ നമ്മുടെ ഉമ്മത്ത്? അതുമാത്രമോ, നിസ്കാരത്തിന് സൊഫ് കെട്ടുമ്പോൾ നിങ്ങൾ നിരയായി നിൽക്കണേ, നിവർന്നു നിൽക്കണേ, വളവുണ്ടാവരുതേ. നിങ്ങളുടെ സൊഫുകളിൽ വളവുണ്ടായാൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വളവുണ്ടാകും. നിങ്ങൾ നേരായി സൊഫ് നിൽക്കുമ്പോൾ ആ സൊഫിന്റെ കൂടെ നിങ്ങളോടൊപ്പം അള്ളാന്റെ മലക്കുകളുണ്ട് എന്ന് പറഞ്ഞ ഉമ്മത്തികളല്ലേ നമ്മൾ? കഴിഞ്ഞോ? ഈ ഉമ്മത്തികളല്ലേ സ്വർഗത്തിന്റെ 2/3 ഭാഗം വരുന്ന ജനങ്ങൾ? സ്വർഗത്തിന്റെ 2/3 ഭാഗം വരുന്ന ജനങ്ങൾ, സ്വർഗത്തിന്റെ 2/3 ഭാഗം വരുന്ന സ്വർഗത്തിന്റെ ഒക്യുപ്പൻസ് ഈ ഉമ്മത്തികളാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉമ്മത്തല്ലേ നമ്മൾ? ഈ ഉമ്മത്തിന് വേണ്ടിയല്ലേ ഓരോ 100 കൊല്ലത്തിലും ഒരു മുജദ്ദിദിനെ അല്ലാഹു പറഞ്ഞയക്കുന്നത്? അതുകൊണ്ട് നിരാശപ്പെടല്ലേ. ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗൽ ലൈലു വന്നഹാർ, രാവും പകലും എവിടെയുണ്ടോ, സൂര്യപ്രകാശം എവിടെയുണ്ടോ, എവിടെയെല്ലാം ചന്ദ്രൻ ഉദിക്കുന്നുണ്ടോ, സൂര്യൻ ഉദിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഈ ദീനിന്റെ വെളിച്ചമെത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹ്. വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ഏത് ചെറിയ ചെറ്റക്കുടിലും മുതലാളിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കും ഈ ദീനിന്റെ വെളിച്ചം അല്ലാഹു എത്തിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബശ്ശിർ ഹാദിഹിൽ ഉമ്മ ബിസ്സനാഇ വത്തംകീനി വർരിഫഅ. നബിയേ, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, നബിയേ, ഉമ്മത്തികളോട് സന്തോഷം അറിയിക്കണം. ഈ ഉമ്മത്തിനാണ് ഉയർച്ച, ഈ ഉമ്മത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്, ഈ ഉമ്മത്തിനാണ് ഉന്നതി നൽകുന്നത്. അതുമാത്രമോ, അൽ ഖൈറു ഫിയ വഫീ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ.
ഹബീബായ തങ്ങളുടെ വചനമല്ലേ അത്? സർവമാന നന്മയും എന്നിലാണ്, എന്റെ ഉമ്മത്തികളിലാണ്, ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരേക്കും ഈ ഉമ്മത്തിലെ ഖൈറുള്ളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഉമ്മത്തികളാണ് നമ്മൾ. അതുകൊണ്ട് വല്ലാഹു മഅകും വലൻ യതിറകും അഅമാലകും, അല്ലാഹുവിന്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു സംരക്ഷിക്കട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിന് റിഫഅത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.